ഈ പ്രണയം എന്ന് പറയുന്നത് നമുക്ക് ഒരാൾ കൂടെ ഉണ്ടാവുമ്പോൾ മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. സാധാരണ ഒരു നിലപാടാണ്. അത് സാധാരണ ഒരു നിലപാടാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് കൂടി ചെയ്യുന്നത് ഇപ്പം അഭിമുഖങ്ങളിൽ ഇരുന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ആളുകളോട് അത് കാണിക്കുന്നു. പക്ഷെ ഇതിനെ ഇതിനെ എങ്ങനെയാ ആസ്വദിക്കുക, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാ ശരിക്കും പ്രാക്ടിക്കലി പോസിബിൾ ആക്കുക? അതായത് സുധിച്ചേട്ടനെ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? സത്യമാണ്. സുധിച്ചേട്ടനുള്ള പ്രണയം എന്തായാലും അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും സുധിച്ചേട്ടൻ്റെ വൈഫായിട്ട് തന്നെ ഇരിക്കുന്നത്. മരണത്തിനപ്പുറം ഒരു എന്താ പറയുക, നമ്മുടെ മാനസികമായിട്ട് ഒരുപാട് അടുത്താണ് സുധിച്ചേട്ടനുമായിട്ട്. അപ്പം സുധിച്ചേട്ടൻ മരിച്ചു പോയെന്ന് മറ്റുള്ളവർ പറയുമെങ്കിലും എനിക്കിപ്പോഴും എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള, ഈ വീട്ടിൽ വന്നാൽ തന്നെ അല്ലെങ്കിൽ ഈ വീട്ടിൽ എല്ലായിടത്തും സുധിച്ചേട്ടൻ്റെ സാന്നിധ്യം ഉള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ചേട്ടനുള്ള പ്രണയം അല്ലെങ്കിൽ സ്നേഹം കുറയുന്നതിന് യാതൊരുവിധ കാരണവുമില്ല. മരിച്ച് മൺമറഞ്ഞു പോയെന്ന് വിശ്വസിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിങ്സാണ് എനിക്ക്. ഈ ചോദിക്കുന്നത് ഇപ്പോൾ എത്രത്തോണ്ട് എളുപ്പമാണ് റീകളക്ട് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ പോലും കുറേ ഇടങ്ങളിൽ അത് കേട്ടത് കൊണ്ട് പറയുക, ശരിക്കും നിങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയാണ്? ഞങ്ങളുടെ ലവ് സ്റ്റോറി, ഞങ്ങളെ സത്യം പറഞ്ഞാൽ ഒന്നിപ്പിച്ചത് മൂത്ത മോനാണ്, കിച്ചുവാണ് അതിൻ്റെ ആള്. അപ്പം അത് ഓർക്കുകയെന്ന് വെച്ചാൽ എനിക്ക് സുധിച്ചേട്ടനെ നേരിട്ട് പരിചയമില്ലായിരുന്നു. ഇവരുടെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്, സുബീഷ് കിന്നസ് എന്ന് പറയുന്നത് ചേട്ടനാണ് സുധിച്ചേട്ടനെ നമ്പർ തന്നത്. ഞാനിങ്ങനെ ചോദിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സുധിച്ചേട്ടനെ. അങ്ങനെ ജഗദീഷ് ചേട്ടൻ്റെ ഫിഗർ ചെയ്യുന്ന ചേട്ടനല്ലേ സുധിച്ചേട്ടൻ്റെ നമ്പർ എന്തരോ ചോദിച്ചു. അതാണ് ജഗദീഷ് മകനുള്ള ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. ജഗദീഷ് ചേട്ടൻ ഇത് സ്റ്റാർ മാജിക്കിൽ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ജഗദീഷ് ചേട്ടൻ വന്ന സമയത്ത്. കാരണം സുധിച്ചേട്ടൻ പണ്ട് തൊട്ടേ ജഗദീഷ് ചേട്ടൻ്റെ ഫിഗർ ചെയ്യുന്ന ആയിരുന്നല്ലോ. അപ്പം അന്ന് സ്റ്റാർ മാജിക്കിൽ ജഗദീഷ് ചേട്ടനായിരുന്നു ഗസ്റ്റ്. അപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പാട്ട് പാടിയ ഫോട്ടോ ആണ് ഇവിടെ ഇരിക്കുന്നത്. അതൊരു സുധിച്ചേട്ടൻ്റെ ഒരു ഫാൻസുകാർ കൊടുത്തതാണ്. അപ്പം അങ്ങനെ ജഗദീഷ് ചേട്ടനെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ സുധിച്ചേട്ടൻ്റെ കാര്യം ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ നമ്പർ കിട്ടി. പക്ഷെ അതൊരു പഴയ നമ്പറാണ് തന്നത്, അത് യൂസ് ചെയ്യാത്ത നമ്പറാണ്. പിന്നീടാണ് കിച്ചു പറയുന്നത് ഇത് അച്ഛൻ്റെ പഴയ കാലത്തെ നമ്പറാണ് അമ്മയത്. എനിക്കറിയില്ലല്ലോ. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ നമ്പർ കോൺടാക്റ്റ് ഇല്ല, ഇതൊന്നും പറ്റുന്നില്ല, വാട്സപ്പ് ഒന്നും ഇല്ല, വേറെ മര്യാദയ്ക്ക് വേറെ നമ്പർ തരാൻ പറഞ്ഞു. അങ്ങനെ സുബീഷ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ വഴക്ക് പിടിച്ചാണ് ആ നമ്പർ മേടിച്ചത്. അങ്ങനെ സുധിച്ചേട്ടന് ആയിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ കുറേ നാൾ സംസാരിച്ചു. അപ്പോൾ ഒരിഷ്ടം തോന്നി. അപ്പോൾ ഇങ്ങോട്ട് എന്നോട് ചോദിച്ചു, ഒരു ദിവസം എന്നെ മോനെ കാണാൻ വരുമോ? കാണാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, അമ്മയാന്ന് പറയട്ടെ, എനിക്കിഷ്ടമാണ്, ഞാൻ കാണാൻ വരാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ തന്നെ കിച്ചു പറഞ്ഞു ഇത് മതി, ഈ അമ്മേനെ മതി അച്ഛാന്ന് പറഞ്ഞ കിച്ചു. അങ്ങനെയായിരുന്നു സ്നേഹത്തിൻ്റെ ആദ്യം അങ്ങനെയാണ് രണ്ടുപേരും ഒരുമിച്ച് കാണുന്നത് എറണാകുളത്ത്. ഈ ഇപ്പോൾ സുധി എന്ന് പറയുന്ന കലാകാരൻ, അപ്പം അദ്ദേഹം സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു വിധം ഫ്ലോറിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ, ഐ മീൻ സ്റ്റാർ മാജിക് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഒരുപാട് ഫേമസ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വിളിക്കുന്നു, എല്ലാ ബ്രേക്കിൻ്റെ സമയത്തും നിങ്ങളെ വിളിക്കുന്നു. സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഈ പ്രണയം പ്രകടിപ്പിക്കുന്നതിട്ടും കുറവ് വരുത്തിയിട്ടുള്ള ഒരാളല്ല. ഒരു കുറവില്ല. ആരും നിന്നാലും വാവക്കുട്ടേന്നേ വിളിക്കത്തുള്ളായിരുന്നു. എനിക്ക് നാണമായിരുന്നു, ഇതെന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്, എല്ലാവരും കേക്ക് ഇങ്ങനെ വിളിക്കാവോ? ഞാൻ എൻ്റെ വാവക്കുട്ടനെ ആരും നിന്നാലും വാവക്കുട്ടേന്നേ വിളിക്കത്തുള്ളൂ. എന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ, ആൾക്ക് ഇച്ചിരി ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്നെ രേണു എന്ന് വിളിക്കും, രേണു എന്ന് വിളിക്കും. അല്ലാതെ എന്നെ എടിയെന്നും വിളിച്ചിട്ടില്ല. ഇന്നീ നിമിഷം വരെ, മരിക്കുന്നോണം വരെ എടിയെന്നും വിളിച്ചിട്ടില്ല. രേണു എന്ന് ദേഷ്യപ്പെട്ട് മാത്രം വിളിക്കും, അല്ലാതെ വാവക്കുട്ടേന്നേ വിളിക്കത്തുള്ളൂ. ഹസ്ബൻഡ് വൈഫ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സൗന്ദര്യപ്പണങ്ങളൊക്കെ കാണുമല്ലോ, ദേശത്ത് രേണു എന്ന് വിളിക്കും. അല്ലാതെ എല്ലാം വാവക്കുട്ട. അതിപ്പോൾ ആരും നിന്നാലും ഷൂട്ടിലാണെങ്കിലും പുള്ളി കോൾ ചെയ്യുമ്പോഴത്തേനും വാവക്കുട്ട എന്ന കാര്യം അങ്ങനെ ചോദിക്കത്തുള്ളൂ. ആ ഒരു സ്നേഹത്തിന്റെ ഒരു പ്രകടനം തന്നെയാണല്ലോ വിളികൾ. ഈ പുതിയൊരു ജോലിയിലേക്ക് കടന്നിരിക്കണോ? ജോലി ആയിട്ടില്ല, അതല്ല നാടക പ്രവർത്തനം കാര്യമായിട്ട് നടക്കുന്നു. മറ്റ് കാര്യങ്ങളിലൊക്കെ വ്യാപൃതയാണ്. ഇതൊക്കെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇപ്പം നാടകമൊക്കെ ചെയ്യുന്ന സമയത്തും മനസ്സരീരൊക്കെ അവിടെ നിലനിർത്തിയിട്ട് അതിനെ മാക്സിമം കമ്മിറ്റ്മെന്റിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്? തീർച്ചയായിട്ടും. കുഞ്ഞിലായിട്ട് നാടകം ഭയങ്കര ഇഷ്ടമാണ്. 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അമ്മയുടെ വീട്ടില് അമ്പലമുണ്ട് തൊട്ടടുത്ത്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ചങ്ങനാശ്ശേരി അണിയറയുടെ നാടകം, ഒരു 13 വർഷത്തെ നാടകം ഇരുന്ന് കാണുക. 13 വർഷം നാടകം അവരുടെ ആയിരുന്നു. അപ്പോൾ എല്ലാ വർഷവും കുഞ്ഞിലെ ഇരുന്ന് കാണും. അപ്പോൾ നാടകത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞിലെ തൊട്ടേ. അവർ ലൈവായിട്ട് അഭിനയിക്കുന്നു, അവർ സംസാരിക്കുന്നു, അവരും നമ്മുടെ മുന്നിൽ സ്റ്റേജിൽ
ലൈറ്റ് അതൊക്കെ കാണുമ്പോൾ രംഗം മാറുന്നു, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അത് കുഞ്ഞിലോട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നാടക നടി ആകണമെന്ന്. അപ്പൊ അതുള്ളിൽ കിടന്ന് അത് പിന്നെ സുധിച്ചേട്ടൻ്റെ മരണശേഷം കുറെ നാൾ കഴിയുമ്പോഴാണ് നാടകം അവർ വിളിക്കുന്നതും. സംഘമിത്രയാണ് വിളിച്ചത്, കൊച്ചിൻ സംഘമിത്രയിലെ സതീഷ് ചേട്ടനാണ് വിളിച്ചത്. ചേട്ടൻ വിളിച്ച് അവർക്കും അറിയത്തില്ലായിരുന്നു ഞാൻ അഭിനയിക്കുമെന്ന്, ഒന്നും അറിയത്തില്ല. കാരണം ഏതൊരു ഈ കേരളത്തിലെ ഏത് പ്രൊഫഷണൽ നാടകം എടുത്താലും അവരൊക്കെ ഫസ്റ്റ് ഒരാൾക്ക് ഇങ്ങനെ അഭിനയിക്കാൻ കൊടുക്കുക എനിക്കറിയത്തില്ല, ആദ്യമായിട്ട് അഭിനയിക്കാൻ. കാരണം അതും പേരുകേട്ട സമിതിയാണല്ലോ. പക്ഷെ അവരെന്തോ സതീഷേട്ടൻ അങ്ങനെ തോന്നി എന്നെ വിളിക്കാൻ. സതീഷേട്ടനും അറിയത്തില്ല ഞാൻ അഭിനയിക്കുന്നത്, എനിക്കും അറിയത്തില്ല ഞാൻ എന്താ ചെയ്യുന്നത്. പക്ഷെ എന്തായാലും റിഹേഴ്സൽ 10-15 ദിവസം 2 ഷെഡ്യൂളായിട്ട് റിഹേഴ്സൽ നടന്നു. എന്തായാലും നല്ലൊരു ക്യാരക്ടർ കിട്ടി. ഇപ്പോഴും നാടകം ഓടിക്കൊണ്ടിരിക്കുന്നു വേദികളിൽ. ഇരട്ട നഗരം നാടകത്തിന്റെ പേര്. പുതിയ തലമുറയുടെ ഒരു കഥയൊക്കെയാണ് കാണിക്കുന്നത്. ഈ പുതിയ അതിൽ പ്രൊഫഷണൽ ആയിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു ജോലിയായിട്ട് തന്നെയാണ്. അതുപോലെ എനിക്ക് മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആവും. നമ്മള് നാടകത്തിന് പോകുമ്പോഴും അമ്പലത്തിലൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോകുമ്പോഴും പ്രോഗ്രാമിൽ സുധിച്ചേട്ടനോട് ഇഷ്ടമുള്ള ഒത്തിരി പേര് എന്നെ തിരിച്ചറിഞ്ഞിട്ട് ഓടി വരും. ഏട് ചേച്ചി അല്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം ചേട്ടനെ ഇപ്പോഴും എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. അതാണ് ഭയങ്കര വളരെ എൻജോയ് ചെയ്ത് തന്നെയാണ് പ്രോഗ്രാമിലൊക്കെ പോകുന്നത്. സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയാണ്, സന്തോഷം തന്നെയാണ് നമ്മൾ അഭിനയിക്കുന്നതെല്ലാം. ഈ രേണു സന്തോഷിക്കുന്നത് ആളുകൾക്ക് ഇഷ്ടമല്ലേ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും കുറച്ച് പേർക്കേ ഉള്ളൂ കേട്ടോ. കുറച്ച് പേര് ഫുള്ള് സപ്പോർട്ട്. ചേച്ചി ഇങ്ങനെ തന്നെ പോകണം, രേണു ഇങ്ങനെ തന്നെ പോകണം, രേണു കരഞ്ഞ മൂലക്ക് ഇരിക്കേണ്ടവളല്ല. പക്ഷെ ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല, നിന്ന് ചീത്തയായിരിക്കും. ഞാൻ ആദ്യം ഒന്നും റിപ്ലൈ കൊടുക്കത്തില്ലായിരുന്നു കമന്റ്സിന്. ഇപ്പൊ കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. കാണുന്നതിന് ഞാൻ കൊടുക്കും. കാരണം ഇവരോർക്കണം ഞാനിതൊന്നും വായിക്കുന്നില്ല. അന്ന് പറഞ്ഞാൽ ഞാൻ ചീത്ത വാക്കുകളൊന്നും കൊടുക്കത്തില്ല, മാന്യം മര്യാദയ്ക്ക് തന്നെ അവർക്കുള്ള ആൻസർ കൊടുക്കും. അതുപോലെ ഇന്നലെ ഒരു കമന്റ് വന്ന് പച്ചയ്ക്ക് ചീത്ത വിളിച്ച്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ മര്യാദയ്ക്ക് വരും, നീ ആരാണെങ്കിലും നിയമപരമായിട്ട് തന്നെ ഇതിനുള്ള ഉത്തരം നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. കുറച്ച് കഴിയുമ്പോൾ സോറി ചേച്ചി എന്നാൽ ഡിലീറ്റ് ആയിരിക്കുന്നത്. വൃത്തികെട്ട വാക്കുകൾ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ സുധിച്ചേട്ടനെ എന്നെ വെച്ചിട്ട് വെറും വൃത്തികേടാണ് അവൻ പറഞ്ഞത്. ഏതവൻ ഞാൻ അന്നേരം സ്ക്രീൻഷോട്ട് എടുക്കാൻ വിട്ടു. കാരണം ഞാൻ റിപ്ലൈ കൊടുത്ത് പബ്ലിക്കായിട്ട് ഞാൻ അവന് പിൻ ചെയ്തിട്ട് റിപ്ലൈ കൊടുത്ത് നിനക്കിട്ടുള്ളത്. അതായത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ കമന്റ്സ് ആണ്. ഞാൻ യൂട്യൂബിലെ മറ്റ് ഫേസ്ബുക്കിലെ ഒന്നും ഞാൻ നോക്കത്തില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ഇട്ടതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്, സുധിച്ചേട്ടൻ്റെ പേര് വെച്ചിട്ട് എന്നെ വെച്ചിട്ട് വൃത്തികെട്ട ഒരു വാക്ക് വെച്ചിട്ട് അവൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇതിനുള്ള വേറെ എന്ത് ഞാൻ സഹിക്കും, പക്ഷെ ഇതിനുള്ള ഉത്തരം മരിച്ചുപോയ എൻ്റെ ഹസ്ബൻഡ് അല്ലെ പോട്ടെ, മരിച്ചുപോയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി ഒരു വൃത്തികെട്ട രീതിയിൽ അത് എന്നെപ്പറ്റിയും അദ്ദേഹത്തെ പറ്റിയും എഴുതിയപ്പോൾ ഒന്നും ഞാൻ ഇതിനകത്തൊന്നും ഉത്തരം പറഞ്ഞു. നീ നിയമത്തിൻ്റെ മുന്നിൽ വന്ന് നീ ഇതിന് ഉത്തരം പറയണമെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ അവൻ്റെ മെസ്സേജ് പബ്ലിക്കായിട്ട് സോറി ചേച്ചി എന്നോട് ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ഡിലീറ്റ് ആക്കിപ്പോയി. പബ്ലിക്കായിട്ടുള്ള കമൻറ്റ് ഡിലീറ്റ് ആക്കിപ്പോയി. അങ്ങനെ ഈ സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷവും കുറേ ആളുകൾ അല്ലെങ്കിൽ കുറേ വ്യക്തികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ സ്നേഹം, സുധിച്ചേട്ടനോടുള്ള സ്നേഹം അല്ലെങ്കിൽ രേണുവിനോടുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴും ആളുകൾ അതിനകത്ത് കാണുന്നത് നിങ്ങളിതിനെ കച്ചവടവൽക്കരിക്കണു, നിങ്ങളിത് വിറ്റ് പണമാക്കണു, ഇത് മോണിറ്ററി ബെനിഫിറ്റ് ആക്കണു എന്നൊക്കെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിനെ കാണിക്കാൻ പറ്റണു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള ആളുകൾ മനസ്സിലാക്കണില്ലല്ലോ എന്ന് തോന്നിയിട്ട് ആ സമയത്ത് ശരിക്കും വിഷമം ഫീൽ ചെയ്തിരുന്നോ? അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ആളുകൾക്ക് പല ചിന്താഗതിയാണ് അല്ലേ. ഇപ്പം നമ്മൾ ഓരോരുത്തർ ഇപ്പം ഞാൻ ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. ഞാൻ എന്താ ഇപ്പം വിഷ്ണു ചിന്തിക്കുന്ന വിഷ്ണുവിനെ അറിയത്തുള്ളൂ. ഇപ്പം നമ്മൾ രണ്ട് സംസാരിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ എന്താ നമുക്ക് രണ്ടുപേർക്കും അറിയത്തില്ല, മറ്റുള്ളവർക്കും അറിയില്ല. അപ്പൊ ഓരോ മനുഷ്യർക്കും ഓരോ ചിന്തകളും ഓരോ കാര്യങ്ങളുമാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഇവർ ഈ പറയുന്ന പോലെ കച്ചവടവൽക്കരിക്കുകയോ ഒന്നും അല്ലായിരുന്നു ആരും. എല്ലാവരും സുധിച്ചേട്ടൻ അത്ര ഒരു സാധു മനുഷ്യനും ഒരു പാവത്താനുമായിരുന്നു, ഉള്ള കാര്യം പറയാമല്ലോ. എൻ്റെ ഹസ്ബൻഡായിട്ട് പറയല്ല, അടുത്തറിയാവുന്നവർ എല്ലാവർക്കും അറിയാമായിരുന്നു. സഹപ്രവർത്തകരാണേലും അവരവരുടെ സ്നേഹം കാണിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് കച്ചവടമോ ഒന്നുമില്ലായിരുന്നു. ആ സ്നേഹത്തിൻ്റെ ഇവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയും സ്നേഹത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും നല്ലൊരു, നമുക്കല്ല സുധിച്ചേട്ടൻ്റെ മക്കളുടെ വീട്. ഇനി നമുക്കെന്ന് പറയുമ്പോൾ ആൾക്കാർ കമന്റ് ഇവൾക്ക് വീട് കിട്ടി, എൻ്റെ പേരിലല്ല വീട്. 100-110 പ്രാവശ്യം ഞാൻ പറഞ്ഞെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു കമന്റെങ്കിലും കാണും, ഇവളുടെ വീടാണ്, ഇവൾ ആ പിള്ളേരെ അടിച്ചിറക്കും. ഇതൊക്കെയാണ് പറയുന്നത്. എൻ്റെ വീടല്ല ഇത്, സുധിച്ചേട്ടൻ്റെ മക്കളുടെ വീടാണ്. കുഞ്ഞു കൊച്ചിന് ഒറ്റയ്ക്ക് പറ്റത്തില്ലല്ലോ. മൂത്ത മോൻ ഇപ്പം പഠിക്കാൻ പോയപ്പോഴാണ് അവൻ കൊല്ലത്ത്, അവധിക്ക് വരും. ക്രിസ്മസിന് വന്നായിരുന്നു. കുഞ്ഞിനെ കാണണമെന്ന് എപ്പം തോന്നിയാലും അവൻ ഓടി വരും. അമ്മ ഞാൻ ഇന്ന് വീട്ടിലോട്ട് വരുവാണെങ്കിൽ കൊച്ചിനെ കാണണം. അവൻ കൊല്ലത്ത് നിന്നാണ് പഠിക്കുന്നത്, ഫ്ലവേഴ്സാണ് അവനെ പഠിപ്പിക്കുന്നത്, അഡ്മിഷൻ എടുത്ത് കൊടുത്തത്. VFSC ആനിമേഷൻ പഠിക്കും അവൻ കൊല്ലത്ത് അറേന കോളേജ്. അപ്പം അതുകൊണ്ടാണ് അവൻ ഇവിടെ ഇല്ലാത്തത്. അതിനും കമന്റ്സ് വരും.
അവനെ അടിച്ചിറക്കി. ഇപ്പൊ കുറച്ച് നാളായിട്ട് കുറവുണ്ടെന്ന് തോന്നുന്നു കമന്റിലൊക്കെ. അപ്പം എൻ്റെ വീടല്ല, ഇപ്പോഴും പറയാണ് ഇത് എൻ്റെ വീടല്ല, ഇത് സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത വീടാണ്, ഞാൻ അവരുടെ അമ്മയോട് ഇവിടെ താമസിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ രേണുവിൻ്റെതായിട്ടുള്ളൊരു ജീവിതം, രേണുവിൻ്റെതായിട്ടുള്ള സമ്പാദ്യം, രേണുവിൻ്റെതായിട്ടുള്ള സമയം, അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കണ്ടേ? എൻ്റേതായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടനും മക്കളും നമ്മുടെ ഫാമിലി ആയിരുന്നല്ലോ നമുക്ക് ഇത്രയും നാളും. അതായിരുന്നു ലോകം. അതായിരുന്നു ലോകം. പിന്നെ അല്ലാതെ നമുക്ക് വലിയ ലോകങ്ങളൊന്നുമില്ല. ഇപ്പം സത്യം പറഞ്ഞാൽ സുധിച്ചേട്ടനുള്ള സമയത്ത്, അല്ലെങ്കിൽ സുധിച്ചേട്ടൻ ഈ ഇവിടെ ഈ ഭൂമിയിൽ ജീവനോട് ഇരുന്ന സമയത്ത് ആർക്കും ഞങ്ങളെ അറിയത്തില്ലായിരുന്നല്ലോ. ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്നെ ആർക്കെങ്കിലും അറിയുന്നത് തന്നെ. അതിനകത്ത് എന്താ പറയാ, സുധിച്ചേട്ടൻ ഉള്ള പോലെ തന്നെ, എന്താ പറയാ, ഇപ്പോഴും എനിക്ക് ഉള്ള പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഒതുങ്ങിക്കൂടാനാണ് താല്പര്യം. ഇപ്പൊ പിന്നെ മക്കളുടെ ഭാവി, മക്കളെ നോക്കി ജീവിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാ. പിന്നെ നല്ലൊരു ജോലി കിട്ടണമെന്നുണ്ട്. ജോലി കിട്ടി നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോവുക, അത്രയുള്ള ആഗ്രഹം. നാളത്തെ പറ്റി എനിക്ക് ഇപ്പൊ ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു നാളത്തെ കാര്യം ദൈവത്തിന്റെ കയ്യിലല്ലേ, അപ്പൊ ഒന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. ഈ സുധിച്ചേട്ടനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ക്വാളിറ്റി എന്തായിരുന്നു? അല്ലെങ്കിൽ അധികം ആളുകളിൽ കാണാത്ത, എപ്പോഴും ഓർത്തിരിക്കുന്ന, സുധിച്ചേട്ടൻ ഓർക്കുമ്പോൾ ഓർമ്മ വരുന്ന ക്വാളിറ്റി എന്താ? ഭയങ്കര സിമ്പിളായിരുന്നു ആള്. ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. ഇപ്പം പുള്ളിക്ക് പെട്രോൾ ഇപ്പം അടിക്കാൻ പറ്റിയില്ലെങ്കിൽ നടന്നു പോകുമായിരുന്നു കവലയ്ക്ക്. ഞങ്ങൾ അവിടെ പണ്ട് താമസിച്ചു കൊടുത്ത് കവലയ്ക്ക് നടന്നു പോയി സാധനം മേടിച്ചോണ്ട് ഇപ്പം അവിടെ നിൽക്കുന്ന പുള്ളി ആരും മൈൻഡ് ചെയ്തില്ല. പുള്ളി അങ്ങോട്ട് പറയും അപ്പച്ച അമ്മച്ചി എന്ന് പറഞ്ഞ് ഓടിച്ചിട്ട് മക്കളെ എന്ന് പറഞ്ഞു എന്ന് വിളിക്കുക, അങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതി, അതെല്ലാവരും പറയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു അച്ഛനായിരുന്നു പിള്ളേർക്കാണേലും. എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് ഹസ്ബൻഡ് എന്നുള്ള നിലയിൽ കൂടെ ഒരു സുഹൃത്തിനെ പോലെയായിരുന്നു. പിന്നെ ഒരു ചില സമയം അച്ഛനായിട്ട് ബിഹേവ് ചെയ്യും, അങ്ങനെയൊക്കെയായിരുന്നു ചേട്ടൻ. ഭയങ്കര ഒരു എന്താ പറയാ, മറ്റാരിലും കാണാത്തൊരിതാണ് ഏട്ടൻ്റെ ഒരു സ്വഭാവം. എനിക്കൊരു 5-6 വർഷത്തെ പരിചയമുള്ളൂ, ദാമ്പത്യ ബന്ധമേ ഉള്ളൂ. ഞാൻ 6 വർഷം കൂടെ. കറക്റ്റ് 6ാമത്തെ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി മെയ് 7-ാം തീയതി. അപ്പം അന്ന് ചേട്ടനും മറന്നുപോയി, ഞാനും മറന്നുപോയി ലാസ്റ്റത്തെ വെഡിങ് ആനിവേഴ്സറി. അപ്പം ഞങ്ങൾ രണ്ടുപേരും മറന്നുപോയി മെയ് 7. ചേട്ടൻ വെളുപ്പിന് ഷൂട്ടിന് പോയി, റിഹേഴ്സലിന് പോയി, കിച്ചുവായിട്ട് പോയി. കിച്ചുവായിരുന്നു വണ്ടി ഓടിക്കുന്നത്, അവനുമായിട്ട് പോയി. ഇപ്പം ഞാൻ കോൾ ചെയ്ത് പിന്നെ അറിഞ്ഞു 7 നമ്മുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പം ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, സുധിച്ചേട്ടാ ഇന്നത്തെ പ്രത്യേകത വല്ല ഓർമ്മയുണ്ടോ? വാവക്കുട്ട എന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഒരൊറ്റ കരച്ചിൽ സുധിച്ചേട്ടൻ. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ കരയുന്നത്, നമുക്ക് അടുത്ത വർഷം ആഘോഷിക്കല്ലോ. അപ്പം ഇങ്ങോട്ട് എന്നോട് പറയാം, ഞാൻ മറന്നു പോയതാവട്ടെ, വെളുപ്പിനെങ്കിൽ ഷൂട്ടിന് വന്നതല്ലേ, റിഹേഴ്സലിന് വന്നതല്ലേ, അപ്പം നമുക്ക് അടുത്ത വർഷം ആഘോഷിക്കാറ്. പക്ഷെ അത് വന്നില്ല, ഇടയായില്ല. മെയ് 7-ന് വെഡിങ് ആനിവേഴ്സറി, ജൂൺ 5-ന് ഏട്ടൻ ലോകം വിട്ടുപോയി. ഈ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു സത്യം പറഞ്ഞാൽ ഏകദേശം ഇതുപോലുള്ളൊരു വീട്? ഇതുപോലെ എന്നല്ല, ആൾക്കൊരു ചെറിയ വീട്, ഭയങ്കര ഒരു കൊച്ചു വീട്. ഇത്രയും വീട് നമ്മുടെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത ഒന്നാണ്. നമ്മൾ എന്തായാലും ഒരു വീട് വെക്കുമ്പോൾ ഒരു ചെറിയ വീട്, അതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നവും. പക്ഷെ അതിലപ്പുറം ഒരു വീട് ഇപ്പം അദ്ദേഹം പോയെങ്കിലും തന്നു. അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ വീട്, അദ്ദേഹത്തിൻ്റെയാണ് ഈ വീട്. എന്നും അദ്ദേഹത്തിന്റെ സ്ഥാനം അലങ്കരിക്കാൻ ഇവിടെ വേറെ ആരും, ആ സ്ഥാനത്ത് ആരും ഉണ്ടാവത്തില്ല ഈ വീട്ടിലുണ്ടാവത്തില്ല. സുധിലയം എന്ന് പേരിടാൻ എത്ര സമയം എടുത്തു? സുധിലയം അവർ തന്നെയാണ് ഈ വീട് വെച്ച് തന്നത്. ഇതിപ്പം ഈ വീടിന്റെ കഥയെന്ന് വെച്ചാൽ, നമുക്ക് വീടില്ലായിരുന്നു. നമ്മൾ വീടിന് കൊറോണ ടൈമിൽ അഡ്വാൻസ് കൊടുത്തിട്ട് അതൊക്കെ പോയി. പിന്നെ കൊറോണ സമയത്തായപ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര പ്രശ്നങ്ങളും കാര്യം, സുധിച്ചേട്ടനും ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യമായിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുക, നമുക്ക് പിന്നെയാണ് പെട്ടെന്ന് സുധിച്ചേട്ടൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പച്ച പിടിച്ച് വരാൻ തുടങ്ങിയപ്പോഴാണ് മരണം കൊണ്ടുപോയത്. പിന്നെ വീടില്ലാത്ത അവസ്ഥ. ഞാനും കിച്ചു, എനിക്കും അതാണ്. സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കിച്ചു എനിക്ക് ഒരു ദിവസം കഴിഞ്ഞ് അമ്മയെ നമുക്ക്, അവൻ്റെ ചിന്ത അതായിരുന്നു, എന്നോട് പറഞ്ഞായിരുന്നു, അയ്യോ വീടില്ല നമുക്കിനി, ഞാൻ എങ്ങനെ കുഞ്ഞിനെ നോക്കും അമ്മേനെ നോക്കും എന്നൊക്കെ ഉള്ള ടെൻഷനായിരുന്നു അവന്. അറിയില്ലല്ലോ ഇങ്ങനെ. അപ്പം പെട്ടെന്ന് ഫ്ലവേഴ്സ് പറഞ്ഞാൽ ഞങ്ങളുണ്ട്. കാരണം പറയേണ്ടതല്ല, അവരാണ് ഞങ്ങളുടെ കുടുംബം. സുധിച്ചേട്ടൻ്റെ ഫാമിലി ആയിരുന്നു ഫ്ലവേഴ്സ്. ശ്രീകണ്ഠൻ സാറായാലും ഗോകുല സാറായാലും അനൂപേട്ടനായാലും എല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു. ലക്ഷ്മി ആണെങ്കിലും എല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു അവർ കേട്ടോ. അപ്പോൾ അവരുണ്ടെന്നുള്ളൊരു കരുത്ത് നമുക്ക് തന്നപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര ധൈര്യമായി. അപ്പോഴാണ് KHDC എന്ന് പറയുന്ന ആൾക്കാർ വന്ന് ഞങ്ങൾ വീട് കൊടുക്കാം, ഫിറോസിക്കാട് നേതൃത്വത്തിൽ. അപ്പം സ്ഥലമില്ല. സ്ഥലം അപ്പം തൊട്ടടുത്താണ് തിരുമേനി, അമ്പലവേലിൽ എന്ന് പറയുന്ന തിരുമേനി നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ, അദ്ദേഹമാണ് 7 സെന്റ് സ്ഥലം പിള്ളേരുടെ പേരിൽ എഴുതി കൊടുക്കുകയും
അതുപോലെ വീട് ഇത്രയും മനോഹരമായുള്ള ഒരു വീട് തരികയും ചെയ്തു. അപ്പം അതിൻ്റെ പുറകിൽ എല്ലാവരും ഉണ്ട്, എല്ലാവരും അധ്വാനം, ആ സംഘടന എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ. ഫ്ലവേഴ്സ്, 24, KHDC, അതുപോലെ തിരുമേനി, എല്ലാവരും ആ സംഘടന കൂടെ സഹപ്രവർത്തകർ, ഒരുപാട് പേര് പറയാത്തവർ, ഒരുപാട് പേരുടെ അധ്വാനവും കാര്യങ്ങളുമാണ് ഈ ഒരു മനോഹരമായി സുധിച്ചേട്ടൻ്റെ ഈ വീട്. അപ്പോൾ സുധി ലയം എന്നുള്ള പേര് അവർ തന്നെയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. സുധി ലയം ഇട്ടോട്ടെ, നല്ല പേരല്ല. അപ്പം ഞാൻ എന്തുണ്ടായാലും ഞാൻ ഒറ്റയ്ക്ക് ഒരു അഭിപ്രായം പറയാറില്ല. മൂത്ത മോനുണ്ട്, കുഞ്ഞിനെ അറിയത്തില്ലല്ലോ, അവനറിയില്ല. മൂത്ത മോനോട് ഞാൻ ചോദിച്ചു, കിച്ചനോട് ചോദിച്ചു, കിച്ചു എങ്ങനെയാ, അമ്മ നല്ല പേരല്ലേ, ഇട്ടോളം പറയാം. അങ്ങനെയാണ് ഈ പേരിട്ടത്. ഈ കോവിഡിന്റെ സമയത്ത് വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ അതെ കടന്നുപോയത്. അതെ അതെ ആ സമയത്ത് പക്ഷെ ക്രിയേറ്റീവായിട്ട് അദ്ദേഹം വെബ് സീരീസുകൾ ചാനലൊക്കെ തുടങ്ങി ഒരു 4-5 ചെറിയൊരു വരുമാനം കിട്ടി തുടങ്ങിയപ്പോഴാണ്. അപ്പം ഈ കോവിഡിന്റെ സമയത്ത്, ലോക്ക്ഡൌൺ സമയത്ത് കടന്നുപോയിട്ടായിരുന്ന സാമ്പത്തിക ഞെരുക്കങ്ങൾ ഭയങ്കര ഭീകരമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും എന്തായിരുന്നു ആ സമയത്തെ അവസ്ഥ? അതിപ്പം നമുക്ക് മാത്രമല്ല, എല്ലാ കലാകാരന്മാരുടെ ഫാമിലിയും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച കാലമാണ് കോവിഡ് സമയം. അപ്പോൾ ആ സമയത്തും നമ്മൾ വെബ് സീരീസും കാര്യങ്ങളൊക്കെ അത് ഇതായി കഴിഞ്ഞിട്ടാണ് ഞങ്ങളത് തുടങ്ങുന്നത്. അപ്പോഴും കൂടെ ഞാൻ ഉണ്ടായിരുന്നു, നമ്മുടെ ഫാമിലി എല്ലാം കൂടെ തന്നെ ഉണ്ടായിരുന്നു. സുചേട്ടൻ്റെ കൂടെ സുചേട്ടൻ തളർന്നു പോകുന്ന ഒരു ഇതായിരുന്നു, എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, സുചേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ, നമുക്ക് മുന്നോട്ട് പോകാന്നേ, ആ ഒരു ധൈര്യം ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പം അന്നും ഇപ്പം സുധിച്ചേട്ടൻ പോയി കഴിഞ്ഞുള്ള ധൈര്യമല്ല, എനിക്ക് അന്നും ഒരു ധൈര്യം ഞാൻ സുധിച്ചേട്ടനെ കൊടുക്കുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ഞാനാണ് പറയുന്നത്, സുധിച്ചേട്ടാ വിഷമിക്കേണ്ട, നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ പിന്നെ ഒരുപാട് പേര് പറയാൻ പറ്റാത്തവരും പറഞ്ഞവരും ഒരുപാട് പേര് ആ സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഒരുപാട് പേര് നേരിട്ട് വന്നും അല്ലാതെയൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു നമ്മളെ. അങ്ങനെ ഒരുപാട് പേരുടെ സഹായം ഉണ്ടായിരുന്നു അന്നും. സുചേട്ടനെ സ്നേഹിക്കുന്നവരുടെ. സുചേട്ടൻ ദേഷ്യം എങ്ങനെ പ്രകടിപ്പിച്ചിരുന്നത്? ദേഷ്യം വരും, എപ്പോഴും ഒന്നും വരാത്തൊരു സ്വഭാവമാണ്. വന്നു കഴിഞ്ഞാൽ നല്ല ദേഷ്യപ്പെടുമായിരുന്നു. എന്തെങ്കിലും പറഞ്ഞനുസരിക്കാത്ത കൊണ്ടൊക്കെ ആയിരിക്കും, വേറൊന്നും അല്ല. ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് വഴക്ക് പിടിക്കാറുള്ളത് ഞങ്ങൾ സാധാരണ. അതല്ലാതെ വേറെ ദേഷ്യമൊന്നും വിട്ടു. ഞാനങ്ങനെ അധികം ഫുഡ് കഴിക്കത്തില്ല. അപ്പം അതിൻ്റെ ദേഷ്യമൊക്കെ പുള്ളി കാണിക്കുമായിരുന്നു. ആഹാരം കഴിക്കാൻ നിനക്ക് വല്ല അസുഖം വരുമോ, അങ്ങനെ ഇങ്ങനെ വാക്കോട്ടെ, അങ്ങനെ ഇങ്ങനെ ദേഷ്യപ്പെടുമായിരുന്നു. രേണുവിന് ശരിക്കും വളരെ പ്രായം കുറവായിരുന്നു വിവാഹം കഴിക്കുമ്പോൾ. ഞാനും സുധിച്ചേട്ടൻ പ്രായം കുറവൊന്നുമില്ല. സുധിച്ചേട്ടൻ ഞാനൊരു 15 വയസ്സിന് ഡിഫറൻറ്റ് ഉണ്ട്. 15 വയസ്സ്. അപ്പൊ സാധാരണ 15 വയസ്സ് ഡിഫറൻസ് ഉള്ള ആളുകൾക്ക് തമ്മിലൊരു ഇഷ്ടങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ആഗ്രഹങ്ങൾ തമ്മിലൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ഒരു 10 വർഷമൊക്കെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ നമ്മുടെ ഒരു ട്രെൻഡ് എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം. ഞാൻ ജനിച്ച വർഷമാണ് സുധിച്ചേട്ടൻ SSLC എഴുതുന്നത്. ആ ചേട്ടൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, SSLC എഴുതി നിൽക്കുന്ന സമയത്താണ് ഞാൻ ജനിച്ചത്. നിങ്ങളുടെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നോ? ഒന്നുമില്ല, കാരണം സുധിച്ചേട്ടൻ കുഞ്ഞു പിള്ളേരെ പോലാണ്. സുധിച്ചേട്ടൻ എന്നെക്കാളും ചെറിയ പോലെയാണ് ബിഹേവ് ചെയ്തത്. കൊച്ചുങ്ങളുമായിട്ടാണ് കളിയും ചിരിയും. വീട്ടിലുള്ള സമയത്ത് എപ്പോഴും അടുക്കളയിൽ ഓരോ പുതിയ പാചക പരീക്ഷണങ്ങളെ, അതുപോലെ പിള്ളേരുമായിട്ട് കളി ചിരി, അങ്ങനെയൊക്കെയാണ്. ഷൂട്ടില്ലാത്തപ്പോഴത്തേന് വീട്ടിൽ തന്നെയാണ്, വേറെ എങ്ങും പോകത്തില്ല. കടയിൽ പോകും, സാധനങ്ങൾ മേടിച്ച് തിരിച്ചു വരും, അങ്ങനെയൊക്കെ ഉള്ളൊരു ടൈപ്പാണ്. ഈ സ്റ്റാർ മാജിക് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് വലിയ മാറ്റങ്ങളായിരുന്നു. അതെ, ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് സ്റ്റാർ മാജിക്, അതായത് ടമാർ പടാർ വരുന്നത്. ഞാൻ സുചേട്ടന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടാണ്, ആ വർഷമാണ് ടമാർ പടാർ ആദ്യത്തെ. സുചേട്ടനാണ് ആദ്യമായിട്ട് ആ വേദിയിൽ കാല് കുത്തുന്നത്. ഒരു ജാക്ക് സ്പാരോയിട്ട്. അത് ആദ്യത്തെ 1ാമത്തെ എപ്പിസോഡ് നോക്കിയാൽ അറിയാൻ പറ്റും. സുചേട്ടനാണ് ആദ്യം വേദിയിൽ കാല് കുത്തുന്നത് ഒരു ക്യാരക്ടർ വേഷമായിട്ട്. ടമാർ പടാർ കഴിഞ്ഞ് സ്റ്റാർ മാജിക് കഴിഞ്ഞ് പകുതിയായപ്പോഴല്ലേ ചേട്ടൻ ഈ സ്റ്റാർ മാജിക്കിലേക്ക് വന്നിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ടല്ലോ. ലക്ഷ്മി നക്ഷത്ര, ബിനു അടിമാലി, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പം ഈ സ്റ്റാർ മാജിക് ഫാമിലിയുടെ ഇപ്പോഴും അവർ വേറെ ചാനലുമായിട്ട് അസോസിയേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ എപ്പിസോഡ്സ് ഒക്കെ ഇപ്പൊ കാണുക പണ്ടത്തെ പോലെ എളുപ്പമാണോ യൂട്യൂബില്? ഞാൻ കാണുമെന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ഞാൻ അധികം അത് കാണാറില്ല. പക്ഷെ കാരണം നമ്മുടെ എന്റെ പേഴ്സണൽ കാര്യം കേട്ടോ, വിഷമമാണ്, സങ്കടം ഉള്ളതുകൊണ്ടാണ് കാണാത്തത്. ഞാനങ്ങനെ കാണാറില്ല, അത് വിഷമമാണ്. ഞാൻ ഇപ്പോൾ പോലും യൂട്യൂബിനകത്ത് സുധിച്ചേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടാൽ ഞാൻ സ്ക്രോൾ ചെയ്ത് വിടത്തേ ഉള്ളൂ. കാരണം അത് പറയുമ്പോഴാണ് ഞാൻ നേരത്തെ ഓർക്കുമായിരുന്നു, സുധിച്ചേട്ടനോട് തന്നെ ഞാൻ സംസാരിക്കാതെ, ചേട്ടാ ഈ മരിച്ചു പോയ സിനിമാക്കാരുടെയൊക്കെ ആൾക്കാർക്ക് എന്ത് ഭാഗ്യം, അവർക്ക് ഇരുന്ന് TV-യിൽ കാണാമല്ലോ, അവരെ കാണാം, ഭർത്താവിനെ കാണാം. ഇപ്പം മണിച്ചേട്ടനെ സംബന്ധിച്ച് മണിച്ചേട്ടൻ പോയപ്പം വൈഫിനെ കാണാമല്ലോ എന്നൊക്കെ ഞാൻ അന്ന് പറയുമായിരുന്നു.
പക്ഷേ നമ്മുടെ ലൈഫിൽ ആ അനുഭവം വന്നപ്പോൾ മനസ്സിലായി പറ്റത്തില്ല, കാണാൻ താങ്ങാൻ പറ്റത്തില്ല. കാരണം ജീവനോടുള്ളപ്പോൾ നമുക്ക് സ്റ്റാർ മാജിക് സുചേട്ട സ്റ്റാർ ഇപ്പം ഷൂട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പം വരും, പുള്ളി വരുമെന്നുള്ള ചിന്തയുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ കണ്ട നമുക്ക് ഒരിക്കലും ഇനി തിരിച്ചു വരത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ. സ്വപ്നത്തിൽ വരും അല്ലെങ്കിൽ ഉള്ളിൽ വരുമെന്നല്ലാതെ ഉള്ളിൽ നമ്മളോട് സംസാരിക്കാൻ തോന്നുന്നുണ്ട്, അതുപോലെ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്, ഇവിടെ അടുത്ത് നിൽക്കുന്നു, അതൊക്കെ നമ്മുടെ മനസ്സിന്റെ ചിന്തകളാണ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, മറ്റുള്ളവർക്കായിരിക്കും മരിച്ചത്, എനിക്ക് മരിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതെന്റെ ഉള്ളിന്റെ ഉള്ളിലാ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നതാണ്. അത്രേ ഉള്ളൂ. അപ്പം അതല്ലാതെ യാഥാർത്ഥ്യം എന്താണ്, യാഥാർത്ഥ്യത്തിലോട്ട് തിരിച്ചു വരുമ്പോഴത്തേന് ഇതാണ്ട് ടി വിയിൽ കണ്ടു, പക്ഷെ ഇനി വരത്തില്ല. അപ്പം നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കാണാറില്ല സൂചന. ഇവിടെ വീട്ടിൽ അഥവാ വെച്ചാൽ ഞാൻ വഴക്ക് പിടിച്ച് നിർത്തിക്കും. പപ്പ അമ്മ വല്ല സൂചന്റെ ചാനൽ വെച്ചാൽ അന്നേരം നിർത്തിക്കും. എനിക്ക് പറ്റത്തില്ല കാണാൻ, ഒന്നും ഞാൻ കാണാറില്ല. ഈ ഫോട്ടോയിൽ തന്നെ മാല ഇടാൻ കാരണം എന്താണെന്നറിയാമോ? അപ്പൊ ആദ്യം പറഞ്ഞ മാല ഇടണ്ടെന്ന് ചേച്ചിയുടെ ഹസ്ബൻഡ് സുധിച്ചേട്ടൻ്റെ ഭയങ്കര അളിയാന്നായിരുന്നു അവർ വിളിക്കുന്നത്. ഷൂട്ടിനൊക്കെ പോകുമ്പോഴും ചേച്ചിയുടെ ഹസ്ബൻഡിനെയാണ് കൊണ്ടുപോകുന്നത്. അവര് ഒരു ഫാമിലി ആയിട്ട് ഞങ്ങളെല്ലാം ഒരുമിച്ചല്ലേ കഴിഞ്ഞ. അപ്പം അതുപോലെ ഒത്തൊരുമിച്ച് കഴിഞ്ഞ സമയം സുധിച്ചേട്ടൻ ആകെയുള്ളൊരു അല്ല ചേട്ടാപ്പി എന്നാണ് വിളിക്കുന്നത്. ചേട്ടാപ്പിക്ക് ആകെയുള്ളൊരു കൂട്ടുകാരെ സുധിച്ചേട്ടനാണ്. രണ്ടുപേരും അളിയാന്ന് വിളിച്ചോണ്ടിരുന്നത്, മക്കളും അളിയാന്നാണ് വിളിക്കുന്നത് ചേട്ടാപ്പിനെ. അപ്പൊ അങ്ങനെ ആയപ്പോൾ ചേട്ടാപ്പി എന്നോട് രേണു മാല ഇടണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത് ചേട്ടാപ്പി മാല ഇടണം. കാരണം മാല ഇട്ടില്ലെങ്കിൽ എൻ്റെ വിചാരം ഇപ്പൊ ഈ ടി വിയുടെ കാര്യം പറഞ്ഞ പോലെ എന്തെങ്കിലും വരും എന്നുള്ള ആ ഒരു അത് പറ്റത്തില്ല അംഗീകരിക്കാൻ. അതുകൊണ്ട് മാല ഇട്ടതാ. അതുകൊണ്ടാണ് ഞാനും കിച്ചുവിനോട് പറഞ്ഞത്, കിച്ചു ഞാനും കൂടെ ആണ് ഞങ്ങളെല്ലാവരും പോയാണ് മാല മേടിച്ചതും ചേട്ടനിട്ടതും. അങ്ങനെ കാരണം എന്തിനാ വെറുതെ നമ്മൾ വിഷമിക്കും. എന്നാലും ഉള്ളിൽ ജീവനോടുണ്ട്, ഉള്ളിലുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അത് യാഥാർത്ഥ്യം തിരിച്ചറിയണമല്ലോ. അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റാണ് എൻ്റേത്. ഏകദേശം ആർക്കും പിടികിട്ടത്തില്ല. ഈ ഒരുങ്ങി നടക്കുക എന്ന് പറയുന്നത്, ഈ ഭർത്താവില്ലാതെ പോകുന്ന ഒരാൾ ഒരുങ്ങി നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാബു ആയിട്ടുള്ള കാര്യമായിട്ടാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. ഈ ഒരുങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പിച്ചക്കാരിയായിട്ട് പോകണം എവിടെയെങ്കിലും പോകുമ്പോൾ. മറ്റുള്ളവർ ഓടിക്കത്തില്ല കുളിക്കാതെ നനയ്ക്കാൻ നടന്ന, പറപ്പിക്കത്തില്ല നമ്മളെ. അല്ലെ പിന്നെ വല്ല മാനസിക അസുഖമാകണം. എനിക്ക് എൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞത്. എനിക്ക് വല്ല മാനസികമായിട്ട് ഞാനിങ്ങനെ കുളിക്കാതെ നനയ്ക്കാതെ ഒരുങ്ങാതെയൊക്കെ നടക്കണം, അതെനിക്ക് പറ്റും. അല്ല, ഞാൻ ചോദിക്കുന്നത് അതിനെതിരെ എന്തെങ്കിലും പ്രതികരിക്കണം എന്ന് വിചാരിച്ച് ചെയ്യാനാണോ, അതോ സുധിച്ചേട്ടന് ഇഷ്ടം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതാണ്, അത് ഞാൻ അങ്ങനെ ചെയ്യാം? ആദ്യ സമയത്തൊക്കെ ഞാൻ അങ്ങനെ സുധിച്ചേട്ടൻ്റെ ഇഷ്ടം. സുധിച്ചേട്ടൻ്റെ എപ്പോഴും ഞാനൊരു പൊട്ട് തൊടാതെ പോയാൽ, സപ്പോസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു പൊട്ട് തൊടാതെ ഞാൻ ചിലപ്പോൾ ആ പൊട്ടൊന്നും തൊടാതൊക്കെ പുള്ളിയുടെ കൂടെ പോകുമ്പോഴത്തേനും ആ കൂട്ടായിട്ട് പൊട്ട് തൊടാതെ പോയി പൊട്ട് തൊടടി, അങ്ങനെ ഒരു സംസാരമുണ്ട് പുള്ളി. അത് കിച്ചുവിന് പറയാം, ഞങ്ങളുടെ വീട്ടുകാർക്കും അറിയാം. ചേട്ടനെ ഉറക്കിയാ പറഞ്ഞത്, അവളോട് പറ പൊട്ടിടുവൾ എന്തുവാ പൊട്ടൊന്നും തൊടാതെ അതൊക്കെയായിട്ട് വരുന്നത്. അപ്പൊ ആദ്യത്തെ ഒക്കെ സമയത്ത്. പക്ഷെ ഇപ്പൊ ഇല്ലേ, ഇപ്പൊ ഈ നെഗറ്റീവ് കമന്റ് കിട്ടിയോണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരുങ്ങി തന്നെ നടക്കുന്നത്. പിന്നെ അത് നമുക്ക് ഒരുങ്ങാതിരിക്കാൻ പറ്റില്ല, നമ്മളൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റും കൂടെ അല്ലേ. നമുക്ക് ഒരുങ്ങേണ്ട സ്ഥാനത്ത് ഒരുങ്ങിയേ പറ്റത്തുള്ളൂ. അതിനിപ്പോ കുളിക്കാതെ നനയ്ക്കാതൊക്കെ പോകേണ്ട കാര്യമുണ്ടോ? അത് ഇപ്പൊ വെള്ള സാരി ഇടുന്നത് അതൊക്കെ പഴയ കാലമല്ലേ. അല്ലെ പിന്നെ സതി അനുഷ്ഠിക്കണമെന്നും ഇവര് പറയാൻ തന്നെ പറയുന്നവരും ഉണ്ട് കേട്ടോ, സതി അനുഷ്ഠിക്കണമെന്ന്. ഇനി അതിന്റെ കൂടെ ഒരു കുറവ് കൂടെ ഉള്ളൂ. അതാണിപ്പോൾ എന്നാ ചെയ്യാൻ. നമ്മുടെ എന്താ പറയാ, നമ്മളുടെ ലൈഫിൽ ആരുടെ ലൈഫിൽ സംഭവിക്കാന്നായത് ഇല്ലേ. പക്ഷെ ആർക്കും ഇത് സംഭവിക്കരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഞാൻ അനുഭവിച്ചത് സത്യമാണ്. അനുഭവിച്ച സത്യം കൊണ്ട് പറയാണ്, നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ പാർട്ട്ണറെ പോകരുത്. അത് വളരെ എന്താ പറയുക, ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയാണ്. അതിലൂടെ കടന്നു പോയവർക്ക് മാത്രം ഞാൻ പറയുന്നത് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവത്തില്ല. ഇനി നിനക്കൊരു ജീവിതം വേണ്ടേ, നീ ഒരു വിവാഹം കഴിക്കട്ടെ എന്നൊക്കെ ഉപദേശിക്കുന്നവരുടെ അടുത്ത് എളുപ്പം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഞാൻ അദ്ദേഹവുമായിട്ട് എൻ്റെ ജീവിതം അവസാനം വരെ വലിയ പ്രണയത്തിലാണ് എന്ന് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പം പറ്റുന്നുണ്ടോ? ഇതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ രണ്ട് ചിന്താഗതിക്കാരാണ്. നീ വേണേ കെട്ട്, നീ എന്തിനാ ആവശ്യമില്ലാതെ പറയുന്നത്. ചിലവർ പറയും വേണ്ട ഇങ്ങനെ തന്നെ മതി. പക്ഷെ കൂടുതലും പേര് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജാണ് പേഴ്സണൽ PM വന്നിട്ട്, മോളെ അങ്ങനെയൊന്നും പറയല്ലേ, കെട്ടത്തിലൊന്നും പറയില്ല. ഞാനൊന്നും വേണ്ടിയില്ല, ഇങ്ങോട്ട് പറയാം, ഒരു ചേച്ചിയാണ്, മോളെ സ്നേഹിക്കുന്ന ചേച്ചിയാണ്, മോള് ചെറുപ്പമാണ്, നാളെ ഒറ്റപ്പെടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും വേണ്ടിയില്ല, ഞാൻ ചിരിക്കുന്ന സ്മൈല് അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അതിനകത്തൊന്നും പ്രതികരണം. കാരണം ഞാനത് എല്ലായിടത്തും പറയുന്നില്ല, നാളത്തെ കാര്യം ദൈവത്തിൻ്റെ കയ്യിലും. പക്ഷെ ഈ നിമിഷം വരെ എനിക്ക് വേറൊരു ജീവിതം വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുമില്ല, ആഗ്രഹവും ഇല്ല ഇന്ന് വരെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മകൻ ജനിക്കുക അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് സുധിച്ചേട്ടൻ എത്രമാത്രം സന്തോഷവാനായിരുന്നു? ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം 14 വർഷം കൂടി ഉണ്ടാകുന്ന കുഞ്ഞല്ലേ. അപ്പം
അതിൽ സുചേട്ടേക്കാളും എനിക്ക് കൂടുതൽ ഹാപ്പി കേട്ട കിച്ചുവിലാണ്. അവന്റെ അനിയൻ, അവന്റെ അനിയൻ തന്നെയായിരുന്നു അവൻ അന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ കുട്ടി ഏതാണെന്ന് അറിയുന്നതിന് മുമ്പേ അവൻ അനിയൻ എന്നാ പറയുന്നത്. എനിക്ക് അനിയനെ മതി എന്നായിരുന്നു മുമ്പ്. അവൻ അന്ന് കുഞ്ഞാണ്, 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏജാണ്. അനിയനെ മതി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ അങ്ങനെയാണ് അന്നും പറയുന്നത്. ഈ ഇപ്പോൾ അദ്ദേഹം ഏറ്റവും അധികം നന്നായി ഇമിറ്റേറ്റ് ചെയ്തിരുന്ന ഒരു താരമായിരുന്നു ജഗദീഷ് ഏട്ടൻ. അതുപോലെ എല്ലാ ഫിഗറുകളും അദ്ദേഹത്തിന് അടുപ്പത്തിൽ കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു മികച്ച പ്രകടനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഫൈൻ പെർഫോമൻസ് ഒക്കെ ആയിട്ട് എപ്പോഴും രേണു അങ്ങോട്ട് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? അത് ഞാൻ സ്റ്റേജുകളിലൊക്കെ നേരിട്ട് കണ്ടത് എനിക്ക് ഇഷ്ടമായിരുന്നു. ജഗദീഷത്തെ കളിക്ക് തന്നെയാണ് കേട്ടോ ഇഷ്ടം. കാരണം കൊക്കും പൂഞ്ചിറകും എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇട്ടിട്ട് ആള് തിരിഞ്ഞിങ്ങനെ വന്നിട്ട് തിരിച്ചു വരുമ്പോ ജഗദീഷ് ചേട്ടനാവും പെട്ടെന്ന്. എന്നിട്ടിങ്ങനെ നടത്തവും ഇങ്ങനെ നോക്കിയിരുന്നു പോകും. ഞാൻ തന്നെ അതിശയിച്ചിരുന്നു പോകും. അതുപോലെ കുരുവിപ്പാപ്പ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി മരിച്ചു കഴിഞ്ഞു, മരണശേഷം ഇറങ്ങി. അസാധ്യ പെർഫോമൻസ് ആയിരുന്നു ആള്. എന്താ പറയാ, അത് കണ്ണ് നിറയാതെ കാണാൻ പറ്റത്തില്ല, കാരണം ആളില്ലല്ലോ. അത് ഭയങ്കര പക്ക നല്ല രീതിയിലായിരുന്നു ആള് ചെയ്തത് ആ സിനിമ. സെൻറ്റി ക്യാരക്ടറും ഉണ്ടായിരുന്നു, ഭയങ്കരമായിരുന്നു കേട്ടോ ആ സിനിമ. പക്ഷേ നിർഭാഗ്യവശാൽ ആളില്ലാതായി കഴിഞ്ഞപ്പോഴാണ് അത് ഇറങ്ങിയത്. അപ്പം സിനിമാ മോഹങ്ങളൊക്കെ ഉണ്ടോ? എനിക്ക് സിനിമ മോഹങ്ങളായിട്ടില്ല, നമ്മൾ ഇങ്ങോട്ട് വിളിച്ചാൽ നമ്മൾ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ മോഹങ്ങളോ അങ്ങനെ അഭിനയിക്കണമെന്നുള്ള ആ മോഹം. നാടകത്തിലുണ്ടല്ലോ, അപ്പൊ അഭിനയത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. സിനിമ വിളിച്ചാൽ നമ്മൾ ചെയ്യും. ഒരു സിനിമയുടെ ടൈറ്റിൽ ഷൂട്ട് നമ്മൾ ചെയ്തായിരുന്നു. അത് കൊല്ലം മണികെട്ടമ്പലത്തിലായിരുന്നു അതിന്റെ ഷൂട്ട്. പ്രശാന്ത് വൻമന എന്ന് പറഞ്ഞ ചേട്ടനാണ് അതിന്റെ ഡയറക്ടർ. അവരാണ് നേത്ര കാസ്റ്റ് എന്ന് പറയുന്നത്, അവരാണ് വിളിച്ചത്. ഒരു ചെറിയ സിനിമയാണ്. അതിന്റെ ടൈറ്റിൽ ഷൂട്ട് അവിടെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു മണികെട്ടമ്പലത്തിൽ. അന്ന് ഒരു 5-8 മാസം പുറകിലോട്ടാണ് ഷൂട്ട് ചെയ്ത് വെച്ചത്. ബാക്കി അവര് ഷൂട്ട് നടക്കും വിളിക്കാന്ന് പറഞ്ഞു. അതിപ്പോ കുറച്ച് നാളായിട്ട് ഡ്രോപ്പ് ആയിട്ടിരിക്കുകയാണ്. ഈ ഇന്റർവ്യൂകൾക്ക് കണ്ടതിന് ശേഷം ഈ സാധാരണ ആളുകളിലേക്കും കൂടി രേണു എത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ സുധിയുടെ വൈഫ് എന്നുള്ള ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ സാധാരണക്കാര് കാരണം സുധിച്ചേട്ടൻ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. ചേട്ടൻ സാധാരണക്കാരനായിരുന്നു. ഞാനൊന്നുമല്ല, ഞാൻ ഇപ്പോഴും പറയുന്ന ഞാൻ സാധാരണക്കാരി ഒരാളാണ് സുധിച്ചേട്ടന്റെ വൈഫ്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ എപ്പോഴും. ഈ ആളുകൾ നേരിട്ട് കണ്ട് തിരിച്ചറിയുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, അത് നേരിട്ട് കണ്ട് തിരിച്ചറിയുമ്പോ ആദ്യം പറയുന്നേ ഇത് തന്നെയാണോ ആ കുട്ടി, കാരണം അതില് TV-യിൽ കാണുന്ന പോലല്ല, കുറച്ച് കുഞ്ഞതാണെന്നൊക്കെ പറയാറുണ്ട്. ഒത്തിരി പേരും അത് പറയാം. ഇച്ചിരിയേ ഉള്ളല്ലോ, ചുമ്മാ അല്ല സുധിച്ചേട്ടൻ വാവക്കട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്നല്ലേ, അതിൽ കാണുന്നതിനേക്കാളും ഏജ് കുറവാ, അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇതിന്റെ അടി വന്ന് വരും പിന്നെ ചുമ്മാ അമ്മച്ചി ഇതൊക്കെ പറഞ്ഞ് കമന്റ് വരുമായിരിക്കും. പക്ഷെ എനിക്കറിയില്ല, നേരിട്ട് കാണുന്നവർ പറയുന്നതാണ് കുഞ്ഞതാണ് എന്നൊക്കെ പറയാറുണ്ട്. ഈ കമന്റുകൾക്ക് മറുപടി കൊടുക്കണം അല്ലെങ്കിൽ അത് അതിനുള്ള ആർജവം എങ്ങനെയാണ്? എനിക്ക് അറിയത്തില്ല, കൊടുക്കണോ എന്നൊക്കെ തീരുമാനിച്ചു. ചുമ്മാ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയുള്ള കമന്റ്സ് വരുന്നത്. ഞാൻ 2 ഡാൻസ് ചെയ്തിട്ടായിരുന്നു. അത് കുഞ്ഞിലോട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നതായിരുന്നു. സുധിച്ചേട്ടനുള്ള സമയത്ത് സ്റ്റാർ മാജിക് വേദിയിൽ ചേട്ടന്റെ കുഞ്ഞിന്റെ എല്ലാവരുടെ മുന്നിൽ ഡാൻസ് കളിച്ചു. എല്ലാവരുടെ മുന്നിൽ ഞാനൊരു ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു 4 വർഷം മുമ്പ്. അപ്പൊ ഞാനങ്ങനെ നേരത്തെ ടിക്ടോക്ക് ചെയ്യാറുണ്ട്, ഇൻസ്റ്റാഗ്രാമില് ചെയ്യാറുണ്ട്. സുധിച്ചേട്ടനാണ് ഇതെല്ലാം നിർബന്ധിക്കുന്നത്, പിന്നെ ഭയങ്കര താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും. പക്ഷെ ഇത് ചിലവർക്ക് ഇത് അറിയത്തില്ല. ഇവരിപ്പോഴാണ് എന്നെ കാണാൻ തുടങ്ങിയത്. അവൾ ഇപ്പൊ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞാണോ അവൾ അങ്ങനെ ചെയ്ത്, എനിക്ക് ദേഷ്യം വരാതിരിക്കും. ഞാൻ കൊടുക്കും കമന്റിന്റെ റിപ്ലൈ. സ്നേഹമുള്ളവരടുത്ത് സ്നേഹത്തിൽ തന്നെ ഞാൻ പെരുമാറും. തിരിച്ചിങ്ങനെ പറയുന്നവരടുത്ത് ചിലർ പറയാം അതൊന്നും മൈൻഡ് ചെയ്യേണ്ടത്. തിരിച്ച് ഞാൻ പറയാൻ തുടങ്ങി കുറച്ച് ദിവസമായിട്ട്. കാരണം നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് അതിനുള്ള മറുപടി കൊടുക്കാൻ അറിയാമെന്ന് ഇവരോട് അറിയിക്കണം. അതല്ലേ ഇന്നലെ ഒരുത്ത ഡിലീറ്റ് ആക്കിയത് കമന്റ്. വെറും വൃത്തികേട് അയച്ചിട്ട് ഞാൻ അന്നേരം കണ്ടിട്ട് ചോദിച്ചു, ഞാൻ തിരിച്ചത് പറഞ്ഞു. തിരിച്ച് നമ്മൾ വൃത്തിയോട് പറയേണ്ട കാര്യമില്ല, കാരണം നമുക്ക് നമ്മുടെ സംസ്കാരം അതല്ല, നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല. അവൻ അതുപോലെ വൃത്തികേടെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ കാണാത്ത അത്രയും വൃത്തികേടാണ് മരിച്ചുപോയ എൻ്റെ ഹസ്ബൻഡിനെ എന്നെ പറ്റി അവൻ എഴുതിയേക്കുന്നത്. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഇതിനുള്ള മറുപടി നീ നിയമത്തിന് മുന്നിൽ വന്ന് തന്നേ പറ്റത്തുള്ളൂ, നമുക്ക് അവിടെ വെച്ച് കാണാം, ഇത്രേ പറഞ്ഞുള്ളൂ. 5 മിനിറ്റ് അവൻ സോറി ചേച്ചി പറഞ്ഞു ഡിലീറ്റ് ആക്കിയവൻ. ആ കമന്റ് ഫുള്ളും ഡിലീറ്റ് ആക്കി. അങ്ങനെ ഒരാളെ ഇല്ല അതിനകത്ത്, കമന്റും ഇല്ല. ഏറ്റവും അധികം സന്തോഷം തന്നിട്ടുള്ള ഒരു കമന്റ് ഏതാ ഈ അടുത്ത് വന്നത്? എന്താ പറയാ, നിങ്ങളുടെ സന്തോഷം നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങൾക്ക് സൂചിച്ചേട്ടൻ മരിച്ചിട്ടില്ലെന്നല്ലേ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും ഈ മറ്റുള്ളവരുടെ കമന്റ് എന്തിനാണ്, നെഗറ്റീവ് കമന്റ് എന്തിനാണ് നിങ്ങൾ നോക്കുന്ന? രേണു ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. വേറെ
സുധിച്ചേട്ടൻ്റെ മക്കളെ കളഞ്ഞിട്ട് വേറെ കെട്ടിപ്പോയില്ലല്ലോ രേണു. ഇപ്പോഴും സുധിച്ചേട്ട ഭാര്യയായിട്ട് തന്നെ മക്കളുടെ കൂടെ തന്നെയല്ലേ, അമ്മയായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. പിന്നെ നീ എന്തിനാണ് വിഷമിക്കുന്നത്, നിന്റെ ഇഷ്ടം നീ ചെയ്യുക. അങ്ങനെ ഒരു കമന്റ് വന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കമന്റ്. കാരണം ഞാൻ വേറെ കെട്ടിപ്പോയില്ലല്ലോ, പോയിട്ട് ഇവര് പറയട്ടെ. ഞാൻ ഈ പിള്ളേരെ രണ്ടിനെ ഉപേക്ഷിച്ചു, ഇനി എന്നെ നോക്കണ്ട, ഞാൻ പോവാ, ഒരുത്തൻ്റെ കൂടെ അങ്ങ് പോവാ. പോകാൻ അറിയാത്തോണ്ടോ ഒന്നും അല്ലല്ലോ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ് അല്ലെ, പച്ചയായിട്ടുള്ള മനുഷ്യരാണ് നമ്മളും. പ്രത്യേക അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ആളൊന്നും അല്ല ഞാൻ. പക്ഷെ ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചോണ്ട ഭാര്യയായിട്ട് ഈ പിള്ളേരുടെ അമ്മയായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ നെഗറ്റീവ്? അപ്പം നെഗറ്റീവ് ആയിട്ട് നീ വിഷമിക്കുന്നത്? നീ മുന്നോട്ട് പോവുക. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുവോ, നിനക്ക് ഇഷ്ടമുള്ള റീല് ചെയ്യുവോ, നിന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് ഇഷ്ടമുള്ള ചെയ്യുക. ബോൾഡ് ആകാനും പറ്റത്തില്ല. ബോൾഡ് ആയ എൻ്റെ അടി, അവൾ അഹങ്കാരിയായി, കരഞ്ഞോണ്ടിരുന്ന ആണ്ട് അവൾ അഭിനയിക്കുന്നത്. ഇതൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് പറഞ്ഞാലും ജഡ്ജ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. എന്ത് പറഞ്ഞാലും. ഈ ഇളയ മകനുണ്ടല്ലോ, അവൻ സുധിച്ചേട്ടൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന മനസ്സിൽ വിചാരിച്ചിട്ടുള്ള? അവനൊരു പ്രായം എത്തി, അവൻ 3.5 വയസ്സുള്ളപ്പോഴാണ് സുധിച്ചേട്ടൻ പോകുന്നത്. പക്ഷെ അവന് ഉള്ളിൽ അറിയാം, അവൻ എന്നും പറയും, അവൻ ഇടയ്ക്കിടയ്ക്ക് പറയും അവനാണ് സുധി, അവനാ സുധി എന്ന് പറയും. ഞാൻ അമ്മ സുധി അച്ഛൻ, അമ്മ എന്തിനാ കരയുന്നത്? ഞാൻ ഇടയ്ക്ക് വിഷമിക്കുമ്പോൾ പറയും. മറ്റുള്ളവരുടെ മുന്നിൽ കരയത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഇപ്പം കരയേണ്ട കാര്യമില്ല. കാരണം കരഞ്ഞാലും പഴി കേൾക്കും, കരഞ്ഞില്ലേലും പഴി കേൾക്കും, പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും കണ്ണൊക്കെ നിറയുമ്പോഴത്തേനും ഓടി വന്നു, അമ്മ എന്തിനാ വിഷമിക്കുന്നത്, ഞാൻ തന്നെയാ സുധി അച്ഛൻ എന്ന് പറയും. ഈ രണ്ടു മക്കൾക്കും അവരുടെ പ്രായത്തിൽ കവിഞ്ഞൊരു പക്വത, അല്ലെങ്കിൽ മൂത്ത മോന് നല്ല പക്വതയുണ്ട്. അവന് നേരത്തെ പ്രായത്തിൽ ഞാൻ അധികമായിട്ടടുത്ത് സംസാരിക്കാനോ, പിന്നെ എന്നോട് സംസാരിക്കും, അത്യാവശ്യത്തിന് സംസാരിക്കും, അല്ലാതെ അനാവശ്യ വാക്കുകൾ സംസാരിക്കാനോ മറ്റുള്ളവരുമായിട്ട് അങ്ങനെയുള്ള ഒരു ബിഹേവിങ് ഒന്നുമില്ല. അവന് പക്വതയാണ്. നേരത്തെ തൊട്ട് അവനൊരു 10ാം ക്ലാസ് ആയപ്പോഴേ അവന് ഇച്ചിരി പക്വതയായിരുന്നു. ആദ്യമൊക്കെ കുഞ്ഞു പിള്ളേരെ പോലെ, ഒരു 6ാം ക്ലാസ്സിലായിരുന്നപ്പോഴാണ് ഞാൻ സുധിച്ചേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നത്. അന്നേരം ഞാനും അവര് സുധിച്ചേട്ടൻ ഞങ്ങൾ എല്ലാവരും കൂടെ സാറ്റ് വരെ കളിക്കുമായിരുന്നു. ഓടി നടന്ന കളി ചിരിയൊക്കെ ആയിരുന്നു. കുറച്ച് എന്താ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓൾറെഡി ഒരു കുട്ടിയുള്ള, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള, ഏജ് ഡിഫറൻസ് ഉള്ള ഒരാൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ ചുറ്റുമുള്ള ആളുകൾ എതിർപ്പുകളായിട്ട് വരികയോ ഉപദേശങ്ങളായിട്ട് വരികയോ ഒന്നും ചെയ്തില്ല. ഒരു 7-8 മാസം ഞാൻ അറിയിക്കാതെ പ്രണയിച്ചോണ്ടിരുന്നത്, വീട്ടിൽ പോയി പറഞ്ഞിട്ടില്ല. അന്നേരം സുധിച്ചേട്ടൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കിച്ചും ഉണ്ടായിരുന്നു. അന്ന് അവരുടെ എല്ലാ സാന്നിധ്യത്തിൽ ശ്വാസം എന്ന് പറയുന്ന എറണാകുളത്ത് അവിടെ വെച്ച് താലി കെട്ടിയായിരുന്നു. കിച്ചുവാണ് താലി മേടിക്കാൻ കൂടെ വന്നതും എല്ലാ കാര്യം അവനായിരുന്നു. അന്നും വീട്ടുകാരറിഞ്ഞില്ല, ഇവരെ അറിയിക്കാതില്ല. 8-9 മാസം കഴിയുമ്പോഴാണ് വീട്ടിൽ പിടിക്കുന്ന താലി. ചേച്ചിയാ പറഞ്ഞു, ഇതെന്തുവാ, ഒന്നുമില്ല ഇതെന്തുവാന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ കാര്യം പറഞ്ഞു. സുധിച്ചേട്ടൻ്റെ വീട്ടിൽ എന്നിട്ട് ആ സമയത്ത് അമേരിക്കയിൽ ഒരു പ്രോഗ്രാം ദിലീപേട്ടൻ്റെ ഒക്കെ കൂടെ ഒരു ഷോയ്ക്ക് പോയായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് സുധിച്ചേട്ടൻ്റെ വീട്ടിൽ അറിയിക്കുന്നത്. അതിന് മുന്നേ ഇങ്ങനെ സൂചിപ്പിച്ചായിരുന്നു അവരുടെ വീട്ടിൽ അമ്മയോടും ചേട്ടത്തിയോടും ഒക്കെ. അപ്പൊ എന്റെ പേര് സൂചിച്ചിട്ട് സിസ്റ്റർ എന്നറിയണോ, സിസ്റ്റർ ആ സിസ്റ്റർ വിളിക്കുമ്പോ എപ്പോഴും സുധി എന്തിനാ ദൂരെ മാറുന്നത് സംസാരിക്കുന്നതൊക്കെ ചോദിക്കും. കിച്ചുവിനറിയാം, കിച്ചു പറഞ്ഞിട്ടില്ലായിരുന്നു. കിച്ചുവായിരുന്നു ഞങ്ങൾക്ക് കൂട്ട് നിന്ന് ഒരു 8-9 മാസം. അത് കഴിഞ്ഞാണ് വീട്ടിൽ പിടിച്ചതും. പിന്നെ ഇവിടെ എൻ്റെ വീട്ടുകാർ ഇവിടെ ഇങ്ങോട്ട് വിളിച്ച് രണ്ടുപേരെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം അവരുടെ സ്വഭാവം കാര്യങ്ങളും എന്നെക്കാളും ഇഷ്ടമായി അവരോട്, കിച്ചുവിനോടും സുധിച്ചേട്ടനോടും എൻ്റെ വീട്ടുകാർക്ക്. അങ്ങനെ സ്വീകരിച്ച് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് രജിസ്റ്റർ മാരേജ് ചെയ്തത്. നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തു ഞങ്ങൾ. നിയമപരമായിട്ട് അദ്ദേഹത്തിന്റെ വൈഫാണ് ഞാൻ ഇപ്പോഴും. അല്ല, അതൊക്കെ ഇങ്ങനെ എടുത്ത് പറയേണ്ടി വരുന്നു. അതെ അതെ അതെ, അത് പറയേണ്ടി വരുന്നു. കാരണം അത് പറയേണ്ട കാര്യം ഇപ്പോഴും സർട്ടിഫിക്കറ്റ്, ഇനി ഞാൻ സർട്ടിഫിക്കറ്റും കാണിക്കണം. ഞങ്ങൾ രണ്ടുപേരും അല്ല, ഞാൻ പറയാം പ്രേക്ഷകർക്ക്, ഇനി അതും ഞാൻ കാണിക്കണം. കുറെ കമന്റ് വരും, സർട്ടിഫിക്കറ്റ് അതും കാണിക്കും. ആ ഒരൊറ്റ പിടിയല്ലേ ഈ എൻ്റെ കയ്യിലുള്ളത്. പിന്നെ മക്കളുടെ അമ്മയും ഉച്ചയുടെ വൈഫ് ഞാൻ, അതായത് നിയമപരമായിട്ടുള്ള വൈഫാണ് ഞാൻ. എനിക്ക് പറഞ്ഞാൽ പറ്റത്തില്ല, കാരണം പറഞ്ഞേ പറ്റത്തുള്ളൂ. അതുപോലെ അമ്മാതിരി കമന്റ് അല്ലേ വരുന്നത് മുഴുവനും. രജിസ്റ്റർ മാരേജ് ചെയ്തു സ്പെഷ്യൽ ആക്ട് പ്രകാരം. ഈ അദ്ദേഹത്തിന് ഈ സ്റ്റേജ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ അദ്ദേഹം ഈ കോമഡി ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമുക്കാണ് അത് കാണുമ്പോൾ ഫൺ. അത് വളരെയധികം സ്ട്രെസ്സിലൂടെയും പല പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം മാനേജ് ചെയ്തിട്ടാണ് എന്തെങ്കിലും സന്ദർഭങ്ങൾ ഓർമ്മയുണ്ടോ? പിന്നെ ഒരുപാട് വിഷമങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും പുള്ളി ഷൂട്ടിലാണെങ്കിലും സ്റ്റേജിൽ കയറിയാലും പുള്ളി അത് ഉള്ളിൽ മറന്നിട്ടാണ് പുള്ളി ചെയ്യുന്നത്. ചില സമയം എനിക്കും അങ്ങ് വിഷമോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇനി ഞാൻ നിന്നോടും പറയുന്നില്ല വാവക്കോട്ടെ, നീ എന്തിനാ വിഷമിക്കുന്നത്, ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ അങ്ങ് കൊണ്ടു നടന്നോളാം. എന്തെങ്കിലുമൊക്കെ കൂടുതലും സാമ്പത്തിക പ്രശ്നമൊക്കെ ആയിരുന്നു അധികവും. ഒരുപാട് ടെൻഷൻ, മാനസിക പ്രശ്നങ്ങൾ. ആ കൊറോണ വന്നതോടു കൂടിയാണ് പുള്ളി ആകെപ്പാടെ ഒരു ഡൗൺ ആയത്.
അപ്പോഴും നമ്മൾ കൂടുതലുണ്ടെങ്കിലും ആൾക്ക് ഒരു വിഷമമായിരുന്നു. വീട് വെക്കണം, വീടില്ല എന്നുള്ള ചിന്ത. ഞാൻ പറഞ്ഞു, നമുക്ക് വെക്കാട്ടെ, ഇനി സമയമുണ്ടല്ലോ എന്നുള്ള അങ്ങനെ പിള്ളേരെ പഠിപ്പിക്കണം. വീട് വേണമെന്ന് എപ്പോഴും പറയാം. മരിക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ അങ്ങനെ ഒരു സംഭവം പുള്ളി ടോക്ക് ചെയ്തായിരുന്നു. 6 മാസം മുന്നേ വീട് വെക്കും, 6 മാസം മുന്നേ 6 മാസം കഴിഞ്ഞ് ഞാൻ വീട് വെക്കും, 6 മാസത്തിനുള്ളിൽ ഞാൻ വീട് വെക്കുന്നു. അതുപോലെ 6 മാസം കഴിഞ്ഞ് കല്ലിടിയിൽ നടന്നല്ലോ ഏട്ടൻ മരിച്ചു കഴിഞ്ഞാൽ. മരിക്കുന്നതിന് 2-3 ദിവസം മുന്നേ ഞങ്ങളോട് സംസാരിച്ച കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ വീട് വെച്ചിരിക്കും 6 മാസത്തിനകം എന്നോട് പറഞ്ഞു. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, ഞാൻ വീട് വെക്കും എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിങ്ങനെ. വീട് ഭയങ്കര സ്വപ്നമായിരുന്നു കേട്ടോ ആളുടെ. ഈ കോമഡി അല്ലാതെ അദ്ദേഹത്തിന് മറ്റ് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഏരിയാസ്? പാചകം ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ് പാചകം ചെയ്യാൻ. പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക, ചൈനീസ് വിഭവോ അതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാചകമാണ് ഇഷ്ടം. ഈ സുഹൃത്തുക്കൾക്കും വലിയ പ്രാധാന്യം കൊടുത്തു. അതെ, സുഹൃത്തുക്കൾ ഒരുപാട് ഉണ്ടായിരുന്നു. എല്ലാവരും മക്കളെ എന്നുള്ള രീതിയാണ് എല്ലാവരുടെ അടുത്തും അദ്ദേഹം അങ്ങനെയാണ് പെരുമാറുന്നത്. മക്കളെടാ, ആരെ കണ്ടല്ലോടാ മക്കളെ, വാ വീട്ടിൽ വാ. ഇപ്പൊ ഇതിലേ നല്ല പഴയ വീട്ടിൽ ഒരു സാധാരണ സേവനക്കറി പൗഡറോ ഈ ബാഗ് ഇട്ട് വരുത്ത പിള്ളേരില്ല, അവരോട് വരെ ബന്ധം പുലർത്തും. കാരണം പുള്ളി അവരെ വിളിച്ചിരുത്തി കാപ്പി കൊടുക്കും, ചോറ് കൊടുത്തിട്ടൊക്കെയാണ് വിടുന്നത്. അങ്ങനെ അത് മരിച്ച സമയത്ത് ആ കുട്ടി ഒരു ചെറുക്ക സ്ഥിരം വരുമായിരുന്നു. നമുക്ക് കാണാൻ വന്ന് കരയുമായിരുന്നു. സുചേട്ടൻ ഇങ്ങനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന്. കാരണം എപ്പം മുതൽ ഉച്ച സമയമാണെങ്കിൽ പുള്ളി ചോറ് കൊടുക്കും. വഴിയെ പോകുന്നവരെ പിടിച്ചോണ്ട് ഇരുത്തി വന്ന് ചോറ് കൊടുക്കുന്ന ആളായിരുന്നു. കാരണം തന്നെ ഉണ്ടാക്കി കൊടുക്കും, വെള്ളം കൊടുത്ത്. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. ഒരു സുഹൃത്ത് ബന്ധത്തിന് ഭയങ്കര പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ സുധിലയം ഉണ്ടായതിനു ശേഷം ഈ വീട്ടിലേക്ക് ഏറ്റവും അധികം കയറി വരുന്ന സുഹൃത്താരാ അദ്ദേഹത്തിന്റെ? സുഹൃത്തുക്കളായിട്ടല്ല, ഒരുപാട് പേര് ഈ വീട് കാണാൻ വരുന്നുണ്ട്, നമുക്ക് അറിയാത്തവര് പോലും. കാരണം സുധിച്ചോണ്ടുള്ള സ്നേഹമാണ്. സ്നേഹം കൊണ്ട് ഇപ്പൊ അതിലെ പോയിട്ട് ഞങ്ങൾ ഇവിടെ വീട് കണ്ടോളാൻ പറയാം. കാരണം അവർക്ക് ആ ഒരു സുധിയിലെ ഇത് യൂട്യൂബിലൂടെ ടിവിയിലൂടെ ഒക്കെ അല്ലേ കണ്ട, അപ്പൊ അവർക്ക് നേരിട്ട് കാണാൻ ഒരു ആഗ്രഹം, അങ്ങനെ വരാറുണ്ട്. അല്ലാതെ അല്ല, ഒരുപാട് പേര് ചേട്ടനെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നവർ. ഇപ്പം കഴിഞ്ഞിടയ്ക്ക് ചന്ദനക്കുടം, ചങ്ങനാശ്ശേരി ചന്ദനക്കുടം ഉണ്ടല്ലോ മഹോത്സവം, അവിടെ പോയപ്പോൾ അത് 16 ലക്ഷക്കണക്കിന് ആളുകളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പോയപ്പോൾ ആ സുധിച്ചേട്ടനുള്ള സ്നേഹം കൊണ്ട് എന്നെ ഓടി വന്ന് തിരിച്ചറിയുന്നവരുണ്ട്, കെട്ടിപ്പിടിച്ച് ചേച്ചി സുധിച്ചേട്ടനെ ഞങ്ങൾ ഇപ്പോഴും. അപ്പൊ ഇന്നും എന്നെ കാണുമ്പോൾ സുധിച്ചേട്ടനെ ഓർക്കണമെങ്കിൽ എത്രയോ പേരുടെ ഹൃദയത്തിൽ പുള്ളി ഇന്ന് ജീവിക്കുന്നുണ്ട്. തീർച്ചയായും ഇല്ലേ? അതൊരു എന്താ പറയാ, അതുകൊണ്ടാണ് ഈ വീട് വരെ കാണാൻ ആൾക്കാർ വരുന്നത്, സുഹൃത്തുക്കളാണേലും ആരാണല്ലോ വരുന്നത്. ഇപ്പൊ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാവുന്ന കാര്യങ്ങളുണ്ടാവും, അദ്ദേഹം ഉപയോഗിച്ച സാധനങ്ങൾ, അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് വസ്ത്രങ്ങളൊന്നും ഇല്ല അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം അത് മേടിച്ചു കൂട്ടത്തില്ലായിരുന്നു. സ്റ്റാർ മാജിക്കിലുള്ള അവിടുന്ന് കമ്പനി കൊടുക്കുന്ന തിരിച്ചു അതല്ലാതെ അദ്ദേഹം ഒരുപാട് വസ്ത്രങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളത് ആരേലും വന്നാൽ എടുത്തു കൊടുക്കും. എടാ മക്കളെ നീ ഇതിട്ടോ സൂപ്പറാ കേട്ടോ, കൊണ്ടുപോകരുത്. ഇപ്പൊ വണ്ടി ഓടിക്കാൻ പിള്ളേർ സെറ്റ് വരുവാണെങ്കിൽ ആൾക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. മക്കളെ നീ എടുത്തോ, നിനക്കിത് ചേരും കേട്ടോ, ചേട്ടൻ നല്ല ഷർട്ടാണല്ലോ, സൂപ്പറാ, ഊരിയാൻ കൊടുക്കും, കൊണ്ടുകൊള്ളാൻ പറയും. അധികം ഒന്നും ഇല്ല, ഉള്ളത് അതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഷൂസും അതും ഇതൊക്കെ അതുപോലെ വെച്ചിട്ടുണ്ട്. വാച്ചൊക്കെ എന്ത് ചെയ്യുന്നു, ആ സമയത്ത് ആക്സിഡന്റിൽ പോയി, ഫോണും പൊട്ടി തകർന്നായിരുന്നു. ഫോണൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതുപോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടുണ്ട്, ഉള്ളത് വെച്ചിട്ടുണ്ട്. അല്ലാതെ ആൾക്കില്ല, അധികം ഒന്നും ഇല്ല. അധികം ഒന്നും മേടിച്ച് കൂട്ടത്തില്ല. ഞങ്ങൾക്ക് മേടിച്ച് തന്നാലും പുള്ളി മേടിക്കത്തില്ലായിരുന്നു. ഞാൻ ആകുന്ന പറയും, ചേട്ടാ എന്തെങ്കിലും ഒരു നല്ല ഡ്രസ്സ് നിങ്ങൾ മേടിക്കും. എന്തിനാ വാക്കുട്ടെ, എനിക്ക് നമുക്ക് പിള്ളേർക്ക് നിനക്ക് മേടിച്ചു തരാം, പൈസ കിട്ടുമ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് മേടിച്ചു തരും. അല്ലാതെ പുള്ളി സ്വന്തമായിട്ട് മേടിക്കത്തില്ല. ഞങ്ങൾ വഴക്ക് പിടിച്ചിട്ടാണ് ഒരു ഷർട്ടെങ്കിലും ഒരു ഓണത്തിന് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്രിസ്മസിന് എടുക്കുന്നത്. അതും അടുത്ത പ്രാവശ്യം വരുമ്പോൾ എല്ലാവർക്കും കൊടുക്കും, കൂട്ടുകാർ തന്നെ വണ്ടി ഓടിക്കാൻ വരുന്ന പിള്ളേർ സെറ്റ് ഉണ്ട്, അവർക്ക് കൊടുക്കും എടുത്ത്. ചേട്ടാ നല്ല ഷർട്ടാണല്ലോ, മക്കൾക്ക് വേണോ, ഊരിയൊക്കെ കൊടുക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ എത്രമാത്രം ഹാപ്പി ആയിരുന്നു? അദ്ദേഹത്തിന് കിട്ടുന്ന സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് വന്നാലും സിനിമ വന്നാലും ഫ്ലവേഴ്സ് വിട്ട് പോകത്തുമില്ലായിരുന്നു പുള്ളി. ഭയങ്കര ഇഷ്ടം ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ, ഞാൻ കണ്ടത് വെച്ച് പുള്ളി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഫ്ലവേഴ്സാണ്. ഫ്ലവേഴ്സ് ആണല്ല 24. ആ ഒരു കുടുംബത്തിന്റെ അവസാനം ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടില്ലേ തിരിച്ചു വന്നത്, അവസാനം അങ്ങനെയായിരുന്നു. കാരണം അന്ന് മേക്കപ്പ് പോലും അയച്ചിട്ടില്ലെന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ നമ്മൾ ഷൂട്ടിന് സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ടിന് നമ്മളെ വിളിച്ചപ്പോൾ അവിടെ ചെന്നപ്പം എൻ്റെ അടുത്തുണ്ട്, ചേച്ചി മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേച്ചി, അന്ന് സുചേട്ടൻ ലാസ്റ്റ് പോകുന്നിടത്ത് കാറെ കയറിയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പുറകെ ടിഷ്യൂ കൊടുക്കാൻ
ഓ എന്തിനാണ് മക്കളെ മേക്കപ്പ് ഇവിടെ ഇരുന്നോട്ട് അഴിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ ചിന്ത വരെ അങ്ങനെ ചെയ്തില്ല. കാരണം ഷൂട്ട് കഴിഞ്ഞുള്ള പുള്ളി വൈകിട്ട് മുഖത്തുടച്ചിട്ടേ കയറത്തുള്ളൂ. അന്ന് പുള്ളി അങ്ങനെ ചെയ്തില്ല. ആ മേക്കപ്പോട് കൂടിയാണ് ആൾ അവസാനം പോയത്. ചിലപ്പോ ഒരു ഇതായിരിക്കും പുള്ളിയുടെ മനസ്സിന്റെ ഒരു ഇതായിരിക്കും. അദ്ദേഹം ചെയ്തതിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഓർത്തിരിക്കുന്ന രംഗങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു യമണ്ടൻ പ്രേമകഥ എന്നുള്ള ഒരു ചെറിയ സീനാണ്, പക്ഷെ അത് ഭയങ്കര എഫക്റ്റ് ആയി. അതുപോലെ തന്നെ ഇപ്പൊ കട്ടപ്പനയിലെ എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങള്, ഇത് അദ്ദേഹം എത്രമാത്രം എൻജോയ് ചെയ്തിരുന്നു? തീർച്ചയായിട്ടും നല്ല എൻജോയ് ചെയ്താണ് അതൊക്കെ അഭിനയിച്ചത്. എന്നോട് വന്ന് വിശേഷങ്ങളൊക്കെ പറയും. ഒരു ചെറിയ കാര്യങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടേ എന്നെ ഉറക്കത്തുള്ളൂ. ഇപ്പൊ വെളുപ്പിനെ വന്നാലും എന്നെ കുത്തി എഴുന്നേപ്പിച്ച് തട്ടി എഴുന്നേപ്പിച്ച് ഇതെല്ലാം പറഞ്ഞിട്ടേ അന്ന് നീ കിടന്നു. അങ്ങനെ ആയിരുന്നു. എല്ലാ വിശേഷങ്ങളും പുള്ളി മനസ്സിൽ വെക്കത്തില്ല, എല്ലാം എന്നോട് പറയായിരുന്നു. പിന്നെ എന്നെക്കാളും കൂടുതൽ ഷൂട്ടിനൊക്കെ കിച്ചുമായിരുന്നു കൂടെ പോകുന്നത്. അവനായിരിക്കുമല്ലോ കണ്ടുള്ള ആ ഒരു അഭിനയിക്കുന്ന മൂവ്മെന്റ് ഒക്കെ അവനായിരിക്കുമല്ലോ കണ്ടത്. സിനിമ ഇറങ്ങിയ പുള്ളിക്ക് ഭയങ്കര എൻജോയ്. ഒരു ചെറിയ സീനുകളെ അതിന്റെ രീതിയിൽ പുള്ളി എക്സ്പ്രഷൻ ചെയ്ത് കാണിക്കാറുണ്ട് നല്ല ഭംഗിയായിട്ട്. അദ്ദേഹം അഭിനയിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൂടെ പോയി കണ്ട സിനിമ ഏതാ? ഫുക്രി, ജയേട്ടന്റെ കൂടെ, അത് കണ്ടിട്ടുണ്ട്. പിന്നെ പിന്നെ പല നിത്യഹരിത നായകൻ വിഷ്ണുവിന്റെ ഉണ്ണികൃഷ്ണന്റെ, പിന്നെ അതുപോലെ കട്ടപ്പന അഭിനയിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്നേഹിച്ചത്. കട്ടപ്പന ഇറങ്ങിക്കഴിഞ്ഞ സമയത്താണ് സ്നേഹിക്കുന്നത്. കട്ടപ്പനയ്ക്ക് മുന്നേ വരെ അറിയത്തില്ല. ഫുക്രി ഇറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ സ്നേഹിക്കുന്നത്. ഞാനും കിച്ചു സൂചേട്ടനും പോയി എറണാകുളത്ത് പോയാ കണ്ടത് ഫുക്രിയൊക്കെ. ഇവിടെ ഒന്നും അവർക്ക് ഈ സമയത്ത് ഇവർക്ക് അറിയത്തേ ഇല്ല ഇങ്ങനെ ബന്ധമുണ്ടെന്നോ. 8-9 മാസം കഴിഞ്ഞിട്ടാണ് ഇവര് അറിയുന്നത്. അപ്പൊ ആ 9 മാസത്തിലെ എല്ലാ മാസത്തിലും ഞാൻ ഈ കുഞ്ഞിനെ കിച്ചുവിനെ സൂചന കാണാൻ പോകും എറണാകുളത്തോട്ട്. ഇവിടുന്ന് പോകും ഞാൻ. എന്റെ നാട് ഇവിടെ അല്ലേ, കോട്ടയല്ലേ. കോട്ടയത്തൊന്ന് പോവായിരുന്നു. വീട്ടിൽ പറയാ എന്തെങ്കിലും കള്ളൊക്കെ പറഞ്ഞിട്ട് പോവായിരുന്നു. കാരണം അവരെ കാണണ്ടേ. കാരണം ഞാൻ അവിടെ ജോലി ചെയ്തതും കൂടാണ്. സുഹൃത്തുക്കളുണ്ട് എനിക്ക്. ഞാൻ ഐഡിയയുടെ ഓഫീസിൽ കസ്റ്റമർ കെയറിൽ ഡ്യൂട്ടി ചെയ്തതാണ്. അപ്പം എനിക്ക് എറണാകുളത്ത് പോകാൻ വേറെ കാര്യമില്ല. പോവും, ഇവരെ കാണും. പക്ഷെ 5-8 മാസം കഴിഞ്ഞാണ് വീട്ടിലറിയുന്നത്. ഈ പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്ന കാര്യം, അതിനെ എക്സ്പ്രസ് ചെയ്യാന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടല്ലോ. അപ്പം അത് അദ്ദേഹം പോയി കഴിഞ്ഞിട്ടും അതങ്ങനെ ചേർത്ത് വെക്കുക എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി ഇത്രയധികം ഓർത്തിരിക്കുക, അതായത് ചെറിയ ചെറിയ ഡീറ്റെയിലുകൾ പോലും ഒന്നും മറക്കത്തില്ല. ആ ലാസ്റ്റ് മൂമെന്റ് വരെ എന്നെ നോക്കി നിന്ന ആ ഭാഗം പോലെ ഞാൻ ഇന്നും എൻ്റെ കണ്ണിന്റെ മുന്നിൽ നിൽക്കുക. പോകാൻ നേരത്തെ അവസാനം പോകാൻ നേരത്ത് കുറെ നേരം ഇങ്ങനെ നോക്കി നിന്ന് ഞാൻ ഉറങ്ങുമായിരുന്നു. എന്നിട്ട് ഇതെന്തോ ഇങ്ങനെ പതിവില്ലാതെ അങ്ങനെ നോക്കി നിൽക്കത്തില്ല പുള്ളി. ഞായറാഴ്ച പോകുന്നതിൻ്റെ അന്ന് കുറെ നേരം ഇങ്ങനെ നോക്കി ചോദിച്ചു എന്തുവാ അത് ചോദിച്ചു. ഇല്ല ഞാൻ പോയിട്ട് സുക്കുട്ട പോയിട്ട് വരാന്നാ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ആ വേടാ പറഞ്ഞു. സുക്കുട്ട പോയിട്ട് വരാം, വെളുപ്പിനെ വരാവേ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ആ ഒരു മൊമെന്റ് പോലും ആദ്യ ജീവിതത്തിൽ ഫസ്റ്റ് കാണുന്ന ആ മൊമെന്റും ആ ഡ്രസ്സ് വരെ ഞാൻ ഓർത്തിരിക്കുക. കിച്ചു സുചേട്ട ഡ്രസ്സ് വരെ ആദ്യമായിട്ട് ഇവരെ കാണുക. ശ്വാസം എന്ന് പറയുന്ന ഇവിടെ അപ്പാർട്ട്മെന്റിൽ താഴെ എന്നെ നോക്കി നിൽക്കുക രണ്ടുപേരും. ആ ഒരു മൊമെന്റ് തൊട്ട് ലാസ്റ്റ് സുചേട്ട പോകുന്നോടം വരെയുള്ള ഓരോ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അത്രമാത്രം ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു, സ്നേഹിച്ചിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണമല്ലോ മറന്നു പോകാത്തത്. ആളുടെ വാവുട്ടാന്നുള്ള വിളി പോലും അതിനൊരു വേരിയേഷൻ ഉള്ള വിളിക്ക് അതുവരെ എനിക്ക് ഇപ്പോഴും അറിയാം. നമുക്ക് കാതിൽ കേൾക്കാതെ ഇതുവരെ ഓർക്കാൻ കാരണം എന്താ? അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സ്നേഹിക്കാത്ത ഒരാളുടെ കാര്യം നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഇപ്പോൾ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കാൻ പറ്റുമോ? അയ്യോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ കരയാൻ വേണമെങ്കിൽ 1 വർഷം മുഴുവൻ കരയാം. ഞാൻ റീലും ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഞാൻ വീട്ടിൽ കുത്തിയിരുന്ന് കരയാം. ഈ പറയുന്ന നെഗറ്റീവ് പറയുന്ന ഒരു മനുഷ്യൻ സുധിച്ചേട്ടനെ കൊണ്ട് തിരിച്ചു തരാൻ പറ്റുമെങ്കിൽ ഓക്കെ, ഞാൻ ഈ പറയുന്ന എല്ലാം ഞാൻ കാണിക്കാം. വീട്ടിൽ ഇരുന്ന് കരയാം, വെള്ള സാരി കൊടുത്തുകൊണ്ട് കരയാം. ഇവരാരെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഓക്കെ. ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണിത്. പിന്നെ എന്തിനാണ് ഈ കിടന്ന് പറയുന്നത് ആൾക്കാർ? ഈ ഡാൻസ് റീൽസ് ഒക്കെ ചെയ്യുന്നത് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഡാൻസ് കുഞ്ഞിലെ തൊട്ട് പഠിച്ചതല്ല, അറിയാം. സിനിമാറ്റിക് ഡാൻസ് ഒക്കെ ഇച്ചിരി മുതിർന്നു കഴിഞ്ഞ് പഴയ സ്കൂളിലെ പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ ടീച്ചേഴ്സ് വിളിച്ചോണ്ട് പോയിരുന്നു ആനിവേഴ്സറിക്കൊക്കെ, ആനുവൽ ഡേക്കൊക്കെ. അപ്പോൾ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ് നേരത്തെ ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടനുള്ളപ്പോൾ ചുമ്മാ ഇരുന്ന് ഡാൻസ് കളിക്കും. ചേട്ടനെ കളിച്ച് കാണിക്കും ഡാൻസ്. ചേട്ടൻ ഇവിടെ ഇരിക്കും, ഞാൻ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ളൊരിതായിരുന്നു പണ്ടേ. ഇപ്പോൾ
ഒരു ഡാൻസ് ചുമ്മാ ഇട്ടതാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഭയങ്കര സംഭവം ക്ലിക്ക് ഭയങ്കര ഇതാ നല്ലതും പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഭയങ്കര കമന്റ്സ്, ഇവളെന്താ കാണിക്കുന്നത്, ഞാൻ എന്താ കാണിച്ച ഡാൻസ് കളിച്ചു, അത് എൻ്റെ ഇൻസ്റ്റാഗ്രാം, എൻ്റെ ഫോണ്, എൻ്റെ അക്കൗണ്ട്, അതിന് നിങ്ങൾക്ക് എന്താന്നേ, ഞാൻ ഇനിയും അപ്പൊ എനിക്ക് ദേഷ്യമായി. അപ്പൊ ദേഷ്യം അപ്പൊ ഒന്നും കൂടി ഇതായി, ഇനിയും ഡാൻസ് കളിക്കണം. അങ്ങനെ ഞാൻ ഇടും ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ തന്നെയാണ് ആ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത്. ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തു. ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോ രേണുവിന്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാ? ഓക്കെ ആണോ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട്? നാടകമാണോ അതോ അല്ല ജീവിതം, മൊത്തത്തിലുള്ള ജീവിതം? അത് ഞാൻ ചില സമയം വിഷമം വരാറുണ്ട്, മാറി പറഞ്ഞുള്ള ഒരു ഇതാണ്. പെട്ടെന്ന് വിഷമം വരുമല്ല, ഇങ്ങനെ പതുക്കെ പതുക്കെ ചില വിഷമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നാളിങ്ങനെ ഒരുമാതിരി പെട്ടെന്ന് സന്തോഷം വരുമല്ല, കുറച്ച് കുറച്ച് സന്തോഷം വന്ന് ആ ഒരു ഹാപ്പി മൊമെന്റിൽ ഇങ്ങനെ. പിന്നെ അത് പുറത്തെല്ലാവരും ഒന്നും കാണിക്കാറൊന്നുമില്ല. നമുക്ക് അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് എൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയാവുന്നത്, അതായത് മനസ്സറിയാവുന്നത്, ഞാൻ എന്താണ്, എങ്ങനെയാണ്, എന്ത് കണ്ടാൽ ഞാൻ സങ്കടപ്പെടും, അല്ലെ എന്ത് കേട്ടാൽ ഞാൻ എന്തെങ്കിലും സന്തോഷിക്കും എന്നുള്ളതൊക്കെ അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. വിരലുണ്ടാവുന്നത് അവർക്ക് എന്നെ അറിയത്തുള്ളൂ. അല്ലാതെ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടാൽ അത് അവർക്ക് അറിയത്തില്ല. അവരത് കണ്ട് കമന്റ് അങ്ങനെ, അത് എന്നെ അറിഞ്ഞോണ്ടല്ലോ, അറിയാവുന്നവർക്ക് അറിയാത്രേ ഉള്ളൂ. അതായത് ഞാൻ എപ്പോഴും ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ ആണ്, ഓക്കെ അല്ലേന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെയൊക്കെ തന്നെ പോകുന്നു. പിന്നെ ചിലവർ പറയാറുണ്ട് കേട്ടോ, ചേച്ചിയെ കണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവാണ്, അങ്ങനെ പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര, കാരണം ഞങ്ങൾ ചില കമന്റ്സ് ഒക്കെ വരും, സൂയിസൈഡ് വരെ ചെയ്യാൻ നിന്ന് ഞങ്ങളൊക്കെ ചേച്ചിയുടെ ഓരോ ഇതൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് സത്യമായിട്ട് സന്തോഷമാണ്. കാരണം അതുപോലും പറഞ്ഞു, ചേച്ചി ഇത്രയും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ചേച്ചി എല്ലാം കൂളായിട്ടല്ലേ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഒരു അടുത്ത് തളർന്ന് കിടക്കുവോ കരഞ്ഞു കിടക്കുവോ ഒന്നും ചെയ്യുന്നത്, കൂളായിട്ട് ഇത് ചെയ്തു. അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രചോദനമാണ് ചേച്ചി എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് കേട്ടോ, നല്ല ആൾക്കാർ. ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളൊക്കെ ജീവിക്കാൻ 6 വർഷങ്ങൾ മതി, ആ വർഷങ്ങളുടെ ഓർമ്മകൾ മതി. കാരണം എന്ത് രസമാണ് ഓർമ്മകൾ. ഞാൻ പറഞ്ഞില്ല, അന്ന് കണ്ട അന്നോ തൊട്ട് അവസാനമായിട്ട് ജീവനോടുള്ള എന്നെ നോക്കി ആ നോട്ടം വരെ ഇന്നും എൻ്റെ കണ്ണിൽ നിൽപ്പുണ്ട്. ഇത് മതിയില്ലേ ആ ഓർമ്മ ഇനിയിപ്പോ ഞാൻ വല്ല അൽസിവേഷസ് പറഞ്ഞു ഓർമ്മ പോയിട്ട്, അല്ല ഓർമ്മ പോകുന്ന അസുഖം വരണം, എന്നാലേ അത് മറക്കത്തുള്ളൂ. അത് ഞാൻ എൻ്റെ മരണം വരെ ഓർക്കും.